എല്ലാവർക്കും സ്നേഹവന്ദനം. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ എംപ്ലോയീസ് ഫോറം വളരെ എൻ്റെ ആലോചനകളെക്കുറിച്ച് കേട്ടിരുന്നു. എംപ്ലോയീസ് ഫോറത്തിൻ്റെ ആദ്യത്തെ ഒരു പ്രോഗ്രാമാണ് ഞാൻ പങ്കെടുക്കുന്നത്. അതുപോലെ ഞാൻ വർക്ക് ചെയ്യുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും ഒരു സെമിനാറിനൊരു ശ്രമം അമൽദേവ് നടത്തിയിരുന്നു. അപ്പം സോഷ്യോളജി ഡിപ്പാർട്ട്മെൻറ്റ് അതിന് തയ്യാറായെങ്കിലും ദിവസങ്ങൾ അവിടെ എക്സാമുണ്ട്, പിന്നെ മറ്റു പല അസൗകര്യങ്ങളും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. ഈ മാർച്ച് മാസത്തെ പ്രോഗ്രാമുകളുടെ പലതരം അസൗകര്യങ്ങളുണ്ട്. അപ്പം അവർ പറഞ്ഞ ഡേറ്റ് 20-ാം തീയതിക്ക് ശേഷമായിരുന്നു. അപ്പം ഈ അതിൻ്റെ ഒരു അസൗകര്യം ഉള്ളതുകൊണ്ട് ആ പ്രോഗ്രാം നടന്നില്ല. ഒരു ശ്രമം നടത്തിയിരുന്നു ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നോക്കി. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ നിലവിൽ പ്രോഗ്രാം നടക്കുകയാണ്. അപ്പം തന്നെ 4 പ്രോഗ്രാം നടക്കാൻ കിടക്കുക. അപ്പോൾ ആ രീതിയിൽ വിവിധ ഭാഗങ്ങളിൽ PRDSൻ്റെ സന്ദേശങ്ങൾ എത്തിക്കുവാനുള്ള ഈ ഒരു ശ്രമം വളരെ സ്വാഗതാർഹമായ കാര്യമാണ്. അതുപോലെ നമ്മുടെ വേദിയിലുള്ള പ്രധാനപ്പെട്ട ആളുകൾ, ശാന്തമ്മ മാഡം ഒരുപക്ഷെ ഞാൻ ഡിഗ്രി വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തൊട്ട് എനിക്ക് ഏറെ പരിചയമുള്ള ഒരാളാണ്. അപ്പോൾ അതുകൂടി പറഞ്ഞ് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ കാമ്പസിൽ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഒരു DS ദളിത് വിദ്യാർത്ഥി ഏകോപന സമിതി എന്ന ഒരു വിദ്യാർത്ഥി സംഘടന ഉണ്ടായിരുന്നു. കൊച്ച്, ശശികുമാർ സാർ, അങ്ങനെ ഒരു പറ്റം ദളിത് പ്രവർത്തകർ, CT സുകുമാരൻ IASൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ചില സമിതികൾ ഉണ്ടാവുകയും അതിനോട് സഹകരിച്ച എറണാകുളം പോസ്റ്റ് മെട്രിക്കിലെയും അതുപോലെ MCRV ഹോസ്റ്റലിലെയും ഈ എറണാകുളം പരിസരത്തുള്ള മറ്റ് കോളേജുകളിലെ SC/ST വിദ്യാർത്ഥികളുടെയും ആ കൂട്ടായ്മയാണ് പിന്നീട് ദളിത് വിദ്യാർത്ഥി ഏകോപന സമിതി എന്ന ഒരു പ്രസ്ഥാനമായിട്ട് മാറുന്നത്. 91-ലൊക്കെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. ഞാൻ 93-ലാണ് ഞാൻ കാമ്പസിൽ ഡിഗ്രിക്ക് വരുന്നത്. അപ്പം ആ സമയത്ത് സജീവമായ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം, പ്രത്യേകിച്ച് മഹാരാജാസ് കാമ്പസിൽ, നഗരത്തിലെ എല്ലാ കാമ്പസുകളിലും സജീവമായിരുന്നു. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഈ പുതിയ അന്വേഷണങ്ങൾ കൂടി ആലോചിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പം അംബേദ്കർ ചിന്തകളെ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം, അതുപോലെ അതിന് തുടർച്ച നിലയിലുള്ള ബൗദ്ധ അന്വേഷണങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു കാലവുമാണ്. അപ്പം ആ സമയത്താണ് 94-ലെ ഒരു UN സുധീർ ഉൾപ്പെടുന്ന, സുധീറിൻ്റെ സീനിയറാണ്, ഇന്ന് അദ്ദേഹം ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പം ഈ PRDSനെ സംബന്ധിച്ചിട്ടുള്ള ചില ചർച്ചകൾ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിലെ, പ്രത്യേകിച്ച് നമ്മുടെ കോട്ടയത്ത് നിന്നൊക്കെ വന്നിട്ടുള്ള PRDSുമായി ബന്ധമുള്ള കുടുംബ അംഗങ്ങളായിട്ടുള്ള വിദ്യാർത്ഥികൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അത് 94-ൽ ഞങ്ങളൊരു പറ്റം വിദ്യാർത്ഥികൾ, ഒരു 10-20ഓളം വിദ്യാർത്ഥികൾ 20 പേരിൽ വരികയും ചെയ്യുന്നുണ്ട്. അതാണ് ഞങ്ങളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് എന്നെയൊക്കെ സംബന്ധിച്ച് ആദ്യത്തെ PRDSനെ കുറിച്ചിട്ടുള്ള ഏറ്റവും ആദ്യത്തെ ഒരു അനുഭവം, ഒരു എക്സ്പീരിയൻസ്. അത് പിന്നീട് അപ്പോൾ അങ്ങനെ 20 പേരിൽ വന്നു. ഞങ്ങളവിടെ ഒരു രാത്രിയും ഒരു പകലും ഒക്കെ താമസിക്കുന്നുണ്ട്. പിന്നീട് അത് എല്ലാ വർഷവും അതിൻ്റെ തുടർച്ചയായിട്ട് വന്നു തുടങ്ങുന്നുണ്ട്. അപ്പോൾ അന്ന് ഒരു പക്ഷേ PRDSൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു ശ്രമമൊന്നും ആയിരുന്നില്ല. അത് കുറച്ചും കൂടി പറഞ്ഞാൽ, ഇപ്പം അതിൻ്റെ ഒരു 2-ാം ഘട്ടത്തിൽ ഒരു 2-3 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നീട് അത് VV സ്വാമി സാറൊക്കെ ഉള്ള ആ രീതിയിലുള്ളൊരു ബന്ധമായിട്ടത് മാറുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് സൂചകം മാസികയുടെ പ്രവർത്തനങ്ങളിലേക്ക് ആ ബന്ധം മാറുന്നു. അപ്പോൾ ഈ ഘട്ടത്തിലാണ് KT രജികുമാറിൻ്റെ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ ആ പുസ്തകത്തെക്കുറിച്ചിട്ടുള്ള ഒരു കുറിപ്പ് അന്ന് പച്ചക്കുതിര മാസികയിൽ
പുസ്തകത്തെക്കുറിച്ച് ചെയ്യുകയും എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ അന്ന് ഞാൻ ഗവേഷകനായിട്ടുണ്ട്, PG കഴിഞ്ഞു ഗവേഷകനായിട്ടുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളൊരു പേപ്പർ MG യൂണിവേഴ്സിറ്റിയിൽ അന്ന് ഡിപ്പാർട്ട്മെൻറ്റിൽ ചെയ്യുകയും തുടർന്ന് ഈ ഒരു പക്ഷേ ഈ പലതരത്തിലുള്ള സംവാദങ്ങൾ അന്ന് നടക്കുന്നുണ്ട്. എന്തായാലും പടിപടിയായി PRDസിൻ്റെ ഔദ്യോഗിക നേതൃത്വം എന്നൊക്കെ വിളിക്കാവുന്ന അതിൻ്റെ ഉപദേഷ്ട ആ നിലയിലുള്ളവരും മറ്റ് ഭാരവാഹികളും ഈ തരത്തിലുള്ള ഒരു അന്വേഷണത്തിന് അതിനും കൂടി പ്രാധാന്യം കൊടുക്കുന്ന ഒരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ചാണ് പിന്നീട് കാണാൻ കഴിഞ്ഞത്. ഈ ഘട്ടമെത്തുമ്പോഴത്തേക്കും ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം വളരെ സജീവമായി മാറുന്നുണ്ട്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് എല്ലാ യൂണിവേഴ്സിറ്റികളിലും അതിന് ശാഖകളുണ്ട്. 500 കുട്ടികളൊക്കെ വിളിച്ചാൽ വരാവുന്ന തരത്തിലുള്ള ഒരു വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ടത് മാറിയിരുന്നു ആ ഘട്ടത്തിൽ. പിന്നീടത് ഇല്ലാണ്ടായി പോവുകയും ചെയ്തു. പിന്നീടത് പതുക്കെ അത് പിന്നെ DSM എന്ന നിലയിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ DSM എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പല പ്രവർത്തനങ്ങളിലും പ്രത്യേകിച്ച് രാജപ്പൻ സാറിനെ പോലുള്ള ആളുകളുടെ മുൻകൈയിൽ പല സപ്പോർട്ടും കിട്ടിയിട്ടുണ്ട്. ആദ്യാർദീപ മാസികയിൽ എഴുതുന്ന ആളുകളായിട്ട് പിന്നെ പതുക്കെ ഈ ഒരു ഞാൻ ഉൾപ്പെടുന്ന ആ ഒരർത്ഥത്തിൽ PRDസിൻ്റെ കുടുംബ ബന്ധുത്വമൊന്നുമില്ലാത്ത അതിൻ്റെ ആശയങ്ങളെ പരിശോധിക്കുന്നവർ എന്ന നിലയിൽ അതിനെ അത്തരത്തിലൊരു സ്വീകാര്യതയും എഴുത്തും ഉണ്ടായി വരുന്നുണ്ട്. അപ്പം ഇതാണ് PRDസുമായിട്ട് ബന്ധപ്പെട്ട് 94 ആരംഭിക്കുന്ന അതിൻ്റെ ഒരു സഹയാത്രികമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഇവിടെ എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത് അടിസ്ഥാനപരമായിട്ട് PRDസുകാരനല്ലാത്തത് കൊണ്ട് അതേസമയത്ത് PRDസ് ഒരു ചിന്ത ദർശന എന്ന നിലയിൽ PRDസിനെ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു പറ്റം ആളുകളിൽ പെടുന്നു എന്നതിനാലും സ്വാഭാവികമായിട്ടും അതിൻ്റേതായിട്ടുള്ള പോരായ്മയും ഉണ്ടാവും. ഒരുപക്ഷെ അതിൻ്റേതായിട്ടുള്ള ചില മെച്ചവും കണ്ടേക്കാം. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് വ്യക്തമല്ല. അപ്പം ഈ ഒരു രൂപത്തിൽ അതിൻ്റെ കാഴ്ചപ്പാടുകളെ അത് ഒരുപക്ഷെ ഇന്ത്യയുടെ തന്നെ ദർശനങ്ങളുടെ മേഖലയിൽ അത് മുന്നോട്ട് വച്ചിട്ടുള്ള സവിശേഷമായിട്ടുള്ള നിരവധി പ്രാധാന്യങ്ങളുണ്ട്. അപ്പോൾ അവയെ പുറത്തു കൊണ്ടുവരിക, അവയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അന്വേഷണം നടത്തുക എന്നുള്ളതായിരുന്നു കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഞങ്ങളെപ്പോലുള്ളവർ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ. ഇപ്പോൾ PRDസിൻ്റെ ആദ്യാർദീപ് ഉൾപ്പെടെയുള്ള മാസികകൾ പരിശോധിച്ചാൽ അതിൽ കവിതകളുടെ വലിയൊരു ചരിത്രം കാണാൻ സാധിക്കും. നിരവധി പുതിയ തലമുറ തന്നെ എഴുതിയിട്ടുള്ള നിരവധി കവിതകളും അതുപോലെ അപ്പച്ചൻ്റെ ശിഷ്യഗണങ്ങൾ തൊട്ടാരംഭിക്കുന്ന വലിയ പാട്ടുകളുടെയും കവിതകളുടെയും വലിയൊരു മുതൽക്കൂട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ PRDസ് ഒരു ഭാഷ അതിന് സവിശേഷമായി വെക്കാൻ കഴിയുന്ന പദാവലികളും ഭാഷയും ബിംബാവലികളും അത് നിർമ്മിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ജനുവരിയിൽ DC ബുക്സ് കോഴിക്കോട് നടത്തിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ മാധവ മാഷും കൊച്ചേട്ടനും ഞാനും ഒരു സെഷനിൽ നവോത്ഥാന ശില്പികൾ എന്ന നിലയിൽ അപ്പച്ചനെ കുറിച്ചിട്ട് ഒരു ചെറിയൊരു സെഷൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യാൻ ശ്രമിച്ച ഒന്ന് സാഹിത്യത്തിലേക്ക് PRDസിൻ്റെ ഭാഷ കടന്നു വന്നതിനെ സംബന്ധിച്ചിട്ടായിരുന്നു. ഇപ്പം നിരവധി കവികൾ, ഇപ്പം സൂഫി തിരുവൻ വണ്ടൂർ പോലുള്ള അതുപോലെ വരുന്ന നിരവധി കവികൾ ഈ PRDസിൻ്റെ പദാവലികളെയും അതുപോലെ അതിൻ്റെ ബിംബങ്ങളെയും കവിതകൾക്ക് വിഷയമാക്കിയിട്ടുണ്ട്. അത് അർത്ഥത്തിൽ പഠിച്ചിട്ടൊന്നുമില്ല. അപ്പം ഞാനൊരു പുസ്തകം അത്തരത്തിൽ ഒരു 10-30 കവിതകൾ എടുത്തൊരു പുസ്തകം ചെയ്യാനൊക്കെ ശ്രമിക്കുകയും അതിന് ആമുഖം എഴുതുകയും ഒക്കെ ചെയ്തു. പിന്നെ പുസ്തകം പ്രസിദ്ധീകരിക്കാനുള്ള സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ വന്നതുകൊണ്ട് ആ കവിതകൾ ഇതെടുത്തെങ്കിലും
പുസ്തകം ആക്കാൻ കഴിഞ്ഞില്ല. പിന്നെ അതിന് തയ്യാറാക്കിയ ആമുഖം പിന്നീട് ഒരു ആദ്യാർ ദീപത്തിൻ്റെ ഒരു ലക്കത്തിൽ അത് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. PRDS കവിതയിലേക്ക് വരുന്നതിൻ്റെ അതിൻ്റെ ഒരു ആമുഖം നിലയിൽ ആ പഠനം ആദ്യാർ ദീപത്തിൽ തന്നെ ഒരു ലക്കത്തിൽ ഞാൻ പ്രസിദ്ധീകരിച്ചിരുന്നു. അപ്പോൾ അത് PRDSൻ്റെ അകത്തുള്ള അതിനെ പിന്തുടരുന്ന ആളുകൾ ആണെങ്കിൽ, ഇപ്പം ഞാൻ തന്നെ ചെയ്തിട്ടുള്ള പല കവിതകൾക്കകത്തും PRDSൻ്റെ ഈ ജ്ഞാനാന്വേഷണങ്ങളെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം, എൻ്റെ രണ്ടാമത്തെ പുസ്തകത്തിൻ്റെ പേര് തന്നെ കാണുന്നില്ലൊരക്ഷരവും എന്നാണ്. അപ്പോൾ ആ പുസ്തകം, ആ കവിത അന്ന് മാധ്യമത്തിൽ വന്നപ്പോൾ തന്നെ അതിന് അടിക്കുറിപ്പായിട്ട് പൊയ്കലപ്പച്ചൻ്റെ വരികളോട് കടപ്പാട് എന്ന് പറഞ്ഞിട്ടാണത് എഴുതിയത്. അപ്പം പിന്നീട് അത് പുസ്തകമായപ്പം വേറൊരു പേരാണ് ഞാൻ നിർദ്ദേശിച്ചതെങ്കിലും DC ബുക്സ് ഇട്ടത് ഈ കാണുന്ന ലക്ഷ്യം എന്നുള്ള പേരാണ് DC ബുക്സ് ആ പുസ്തകത്തിന് കൊടുത്തത്. വനമക്കൾ യേശുവിനോട് സംവദിക്കുന്നു എന്നുള്ള പേരാണ് ഞാനന്ന് ആ പുസ്തകത്തിൽ ഞാൻ സജസ്റ്റ് ചെയ്തത്. VC ഹാരിസ് മാഷ് ആ കവിതയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അതിന് അവതാരിക തയ്യാറാക്കിയത്. പക്ഷേ DC ബുക്സ് അതിലുള്ള ഒരു കവിത എന്ന നിലയിൽ ഈ കാണുന്ന ലക്ഷ്യം എന്നുള്ള കവിത, ആ പേരിലൊരു കവിതയിനകത്തുണ്ടായിരുന്നു. ആ പേരാണ് DC ബുക്സ് ആ പുസ്തകത്തിന് കൊടുത്തത്. അപ്പോൾ അത് ഒരർത്ഥത്തിൽ എനിക്ക് പിന്നീട് പഴി കേൾക്കാനും ഇടയായിട്ടുണ്ട്. ചില സുഹൃത്തുക്കളെങ്കിലും, PRDSൻ്റെ സഹയാത്രികരായ ചില സുഹൃത്തുക്കളെങ്കിലും പൊയ്കലപ്പച്ചൻ്റെ വരികൾ ഞാൻ മോഷ്ടിച്ച് എടുത്തു എന്നൊരു ഒരു അഭിപ്രായം എഴുതിയിട്ടുണ്ട്. ചില കുറിപ്പുകൾ എഴുതിയിട്ടുണ്ട്. അത് എഴുതിയത് ആദ്യ സമയത്തൊന്നുമല്ല, വളരെ പിന്നീടാണ്. കവിത വന്നപ്പോഴും പുസ്തകം വന്നപ്പോഴും അങ്ങനെ ഒരഭിപ്രായം പറഞ്ഞിരുന്നില്ല. അത് പോസിറ്റീവാണെന്ന് പറഞ്ഞെങ്കിലും നോ ആൽഫബറ്റ് ഇൻ സൈറ്റ് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഉൾപ്പെടെയുള്ള ഒരു ഇംഗ്ലീഷ് പുസ്തകം വന്നപ്പം അവരുടെ അറിവില്ലായ്മ കൊണ്ട് അവർ ഇങ്ങനൊരു പുസ്തകം ഉണ്ടെന്നും ആ പുസ്തകത്തിൻ്റെ പേര് കാണുന്നില്ലൊരക്ഷരവും എന്നാണെന്നും അത് എഴുതിയത് മനോജാണെന്നും ആ പേരിൻ്റെ അത് പ്രധാനപ്പെട്ടൊരു പേരാണെന്നൊരു പരാമർശം ആ അവതാരിക എഴുതിയവരുടെ അജ്ഞത കൊണ്ട് കൊടുക്കുകയും ഫലത്തിൽ ഈ പറഞ്ഞതുപോലെ പൊയ്കലപ്പച്ചൻ്റെ വരികൾ മോഷ്ടിച്ചു എന്നൊരു അഭിപ്രായം പിന്നീടൊരു കുറിപ്പിൽ വരികയും ചെയ്തു. പക്ഷേ ഞാൻ എൻ്റെ കവിത ആദ്യം എഴുതുന്ന സമയത്ത് തന്നെ ഈ വരികളുടെ കടപ്പാട് പൊയ്കലപ്പച്ചൻ്റെ നിന്ന് കൊടുത്തിരുന്നു. കാരണം അത് പൊയ്കലപ്പച്ചൻ്റെ പാട്ടുകളെയും ഈ ഇത്തരത്തിലുള്ള സങ്കല്പനങ്ങളെയും സാഹിത്യത്തിലും എഴുത്തിലും കൊണ്ടുവരിക എന്നുള്ളത് എൻ്റെ കൂടി ഒരു ആവശ്യമാണ്. കാരണം അങ്ങനെയും കൂടി നമുക്ക് സാഹിത്യത്തിലേക്ക് അദ്ദേഹത്തെ ആ കാഴ്ചപ്പാടിനെ നമുക്ക് ജീവത്തായി നിർത്താൻ കഴിയുകയുള്ളൂ. പിന്നീട് ഞാൻ വേറൊരു കവിതയിൽ ഈ അനാഥത്വത്തെക്കുറിച്ചിട്ട് മറ്റൊരു രൂപത്തിൽ എഴുതിയ വേറൊരു കവിതയിൽ ഈ PRDSൻ്റെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രയോഗമായ ഒരുമുലയൂട്ടും പാല്, ഒരുമുലയൂട്ടും വെള്ളം, വറ്റ്, പൗടുമരം, ആ പ്രയോഗം അതിൽ കൊടുത്തിട്ടുണ്ട്. അത് ഈ അനാഥത്വം, അഭാവം എന്നതിനെ അടയാളപ്പെടുത്തുന്ന ഒരു കവിതയാണത്. അപ്പോൾ അതിൽ ഞാൻ അത് കൊടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. മധുകുമാർ അതിനെക്കുറിച്ചിട്ട് പോസിറ്റീവായിട്ട് പിന്നീട് ഒരു റിവ്യൂ എഴുതിയപ്പം എങ്ങനെയാണ് പൊയ്കലപ്പച്ചൻ്റെയും PRDSൻ്റെയും ബിംബങ്ങൾ എങ്ങനെയാണ് പുതിയ കവിതയിൽ വരുന്നതെന്ന് മറ്റു ഉദാഹരണത്തിന് വേണ്ടി ആ വരികളെ ചേർത്തിരുന്നു. പിന്നീട് 2017 വന്ന എൻ്റെ തന്നെ ഒരു കവിതയിൽ ഞാൻ പൊയ്കലപ്പച്ചനും അതുപോലെ ഞാലിയാങ്കുഴി അപ്പച്ചനും തമ്മിൽ കാണുന്നതിനെ സംബന്ധിച്ചിട്ടൊരു സങ്കല്പം വേറൊരു കവിതയിൽ കൊടുത്തിട്ടുണ്ട്. അത് പ്രസിദ്ധീകരിച്ച് വന്ന കവിത ഒന്നുമല്ല, ബുക്കിൽ ആ കവിത ഉണ്ട്. അപ്പം അത് ഞാലിയാങ്കുഴി അപ്പച്ചനും പൊയ്കലപ്പച്ചനും തമ്മിൽ കാണുന്നതിനെ കുറിച്ചിട്ടുള്ളൊരു സംവാദമാണ്. അതിലും ഏതാണ്ട് ഒരു PRDSൻ്റെ നിരവധി പ്രയോഗങ്ങളും ചരിത്രവും ഒക്കെ വരുന്ന ഒരു കവിതയായിട്ടാണ് അതിൽ ആ കവിത ഞാൻ എഴുതിയത്. അപ്പോൾ അത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എൻ്റെ തന്നെ പല എഴുത്തുകൾ, അതുപോലെ ജാഗ എന്ന നോവൽ ചെയ്തപ്പോൾ ടീച്ചർ മാഡം അത് വായിച്ചിട്ടുണ്ട്. ജാഗ എന്ന നോവൽ ചെയ്യുമ്പം ഈ മഹാരാജ് കോളേജിലെ ഒരു പറ്റം വിദ്യാർത്ഥികളുടെ, ദലിത് മേഖലയിൽ പ്രവർത്തിച്ച വിദ്യാർത്ഥികളുടെ ഒരു ഹോസ്റ്റൽ അനുഭവത്തെ ചേർത്തിട്ടാണത് അവർ സമൂഹ പ്രവർത്തകരാവുകയും അവരെ മറ്റ് പ്രബല വിദ്യാർത്ഥി സംഘടനകൾ അവരെ കടന്നാക്രമിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു
ഒരു ചരിത്രമാണ്, ഞങ്ങളുടെയൊക്കെ ജീവ അനുഭവം കൂടാണത്. അപ്പോൾ അതിൽ ഈ കുട്ടികൾ അവസാനം കോഴ്സ് കഴിഞ്ഞ് പുറത്തു പോകുമ്പോൾ അവർ പറയുന്നത് കുംഭം 5 നമുക്ക് കാണാം എന്ന് പറഞ്ഞിട്ടാണ് അവർ പല അവരുടെ പല വീടുകളിലേക്ക് പിരിഞ്ഞു പോകുന്നത്. അപ്പോൾ അതിൽ ഈ ഇരുപേരൂരിൽ പോകുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ അതിൻ്റെ ചർച്ചകൾക്കകത്ത്, ആ നോവലിലെ കുട്ടികൾ നടത്തുന്ന ചില ചർച്ചകൾക്കകത്ത് പുകലപ്പച്ചനും അയ്യൻകാളിയും അംബേദ്കറും ഒക്കെ കടന്നു വരുന്ന ഒരുപാട് ഭാഗങ്ങളുണ്ട്. അതിൻ്റെ കുട്ടികളിരുന്ന് സംസാരിക്കുന്ന പല സന്ദർഭങ്ങളിലും. ഒടുവിൽ നമുക്കിനി കുംഭം 5 കാണാം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം ഈ പലതായിട്ട് പല കാമ്പസുകളിൽ നിന്നും തിരിച്ച് സ്വന്തം വീടുകളിലേക്കോ അല്ലെങ്കിൽ മറ്റ് പല സ്ഥലത്തേക്കോ പോകുന്നവർക്ക് ഒന്നിച്ചു വരാനുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇരുവിപേരൂരാണ് എന്ന നിലയിൽ ഇരുവിപേരൂർ എന്നെടുത്ത് പറയാതെ തന്നെ, അല്ലെങ്കിൽ പുകലപ്പച്ചൻ്റെ ഇത് കേന്ദ്രം എന്നെടുത്ത് പറയാതെ തന്നെ നമുക്ക് കുംഭം 5 കാണാം എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പുകലപ്പച്ചൻ്റെ ആ ഒരു പ്രസക്തിയെ അതിൻ്റെ അകത്ത് ഇൻഡയറക്റ്റായിട്ട് എടുത്ത് പറഞ്ഞുകൊണ്ടാണ് ആ നോവൽ അവസാനിക്കുന്നത്. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഇതുപോലെ നിരവധി ആളുകളുടെ രചനകളിൽ PRDസിൻ്റെ ഭാഗമല്ലാതെ തന്നെയുള്ള നിരവധി ആളുകളുടെ രചനകളിൽ, സാഹിത്യകൃതികളിൽ ഇന്ന് PRDസിൻ്റെ അനുഭവ ലോകം, ഗുരുദേവൻ്റെ പ്രവർത്തന മണ്ഡലങ്ങൾ, ജ്ഞാനമണ്ഡലങ്ങൾ വിഷയമാണ്. അപ്പം ഞാനതിൽ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം, പ്രദീപൻ പാമ്പിരിക്കുന്ന് എന്ന് പറഞ്ഞ അധ്യാപകൻ, അദ്ദേഹം അപ്രതീക്ഷിതമായ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു പോവുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ എരി എന്ന് പറയുന്ന നോവലുണ്ട്. എരി എന്ന് പറയുന്ന നോവലിൽ മലബാറിൽ നടക്കുന്ന ഒരു നവോത്ഥാനത്തെ സങ്കല്പിക്കുകയാണ്. മലബാറിൽ അടിസ്ഥാന സമൂഹങ്ങൾ ഒരു നവോത്ഥാന നായകൻ ഇവരെ ചേർത്ത് കൊണ്ടുവരികയാണ്. ആ നായകന് ഉള്ള പേര് എരി മുത്തപ്പൻ എന്നാണ്. അപ്പോൾ എരി മുത്തപ്പൻ എന്ന് പറയുന്ന ഈ മുതിർന്ന ആൾ, ഈ അപ്പൂപ്പൻ അല്ലെങ്കിൽ മുത്തപ്പൻ എന്നൊക്കെ വിളിക്കുന്ന ഈ കഥാപാത്രം ആ സമൂഹത്തിന് പലതരത്തിലുള്ള വിജ്ഞാനവും അറിവും, അവർക്ക് ജീവിക്കാൻ ഭക്ഷണം, ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഭൂമി, അതുപോലെ മറ്റ് നവോത്ഥാന പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധിപ്പിച്ച് ഇവയെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന പ്രവർത്തനം, ഇങ്ങനെ ഒരുപാട് ചരിത്രത്തിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ മലബാറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട്, മലബാറിലുള്ള അദ്ദേഹം തിരുവിതാംകൂറിൽ വരുന്നതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്, ആ നോവലിൽ പറയുന്നുണ്ട്. പക്ഷേ ഇതിലെ PRDസിനെ പരിചയമുള്ള എല്ലാ ആളുകൾക്കും അറിയാം, അത് പ്രദീപൻ മാഷിന് വളരെ ഏറെ ഇഷ്ടമുള്ള ഒരു മൂവ്മെൻറ്റുമായിരുന്നു പ്രത്യക്ഷ ദൈവസഭയുടെ മൂവ്മെൻറ്റ്. അദ്ദേഹം അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പം അതാണ് അദ്ദേഹം അതിൻ്റെ ആ നോവലിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പുകലപ്പച്ചൻ്റെ ജീവചരിത്രമാണ് അതിൽ എരി മുത്തച്ഛൻ എന്ന പേരിൽ അതിലേക്ക് അദ്ദേഹം മറ്റൊരു കഥാപാത്രത്തിലേക്ക് ബന്ധിപ്പിക്കുന്നത്. അപ്പം നമ്മൾ അതുപോലെ അപ്പച്ചൻ്റെ പാട്ടുകളെ പലതും അതിനകത്ത് കൊടുക്കുന്നുണ്ട്, അല്ലാതെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പം വിവിധ സാഹിത്യ രൂപങ്ങളിലും അതുപോലെ സാമൂഹിക രൂപങ്ങളിലും ഒക്കെ സ്ഥാനപ്പെട്ടുകൊണ്ട് അതിന് സമകാലമായി അത് ഇടം പിടിച്ചുകൊണ്ടാണ് അപ്പച്ചൻ്റെ ചിന്താമണ്ഡലം ഇന്ന് പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്നത്. അത് ആ രീതിയിൽ അന്ന് പൊതുസമൂഹത്തെ ചലിപ്പിക്കുന്ന ഒരു ചിന്താമണ്ഡലമായി അത് മാറിയിട്ടുണ്ട്. പിന്നെ നവോത്ഥാന മതിലും നവോത്ഥാന ചർച്ചയൊക്കെ വന്ന ആ സമയത്ത് നമ്മൾ പല മാധ്യമ ചർച്ചകളും നമ്മൾ കണ്ടതുമാണത്. ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത പദങ്ങളിലൊന്ന് ഈ കാണുന്നില്ലൊരക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി എന്നുള്ള വരികളായിരുന്നു. അപ്പോൾ എന്താണ് നവോത്ഥാന നടന്നു എന്ന് പറയുന്ന കേരളത്തിൽ എന്താണ് നടന്നത്
എന്താണ് അട്ടിമറിക്കപ്പെട്ടത് എന്നതിനെ സംബന്ധിച്ച് കൂടി പറയുന്ന, അതിനെക്കുറിച്ച് കൂടി പുനർപരിശോധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത്. ആ പുനർപരിശോധനയിൽ ഒരുപക്ഷെ പ്രധാനമായും നാലോ അഞ്ചോ പ്രധാനപ്പെട്ട നേതൃത്വ രൂപങ്ങളാണ് ഉള്ളത്. അതിൽ ഒന്ന് അയ്യൻകാളി, നാരായണഗുരു, കുമാരഗുരുദേവൻ, നാലാമത്തത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന്. ഈ മൂന്നോ നാലോ ഐക്കണുകളേ ഉള്ളൂ പ്രധാനപ്പെട്ട നമ്മൾ നോക്കുമ്പോൾ. ബാക്കി പിന്നെ ഒരു നീണ്ട നിര എന്നൊക്കെ പറഞ്ഞതുപോലെ നമുക്ക് പറയാം എങ്കിൽ പോലും. അപ്പം എന്ന് പറഞ്ഞാൽ സമകാല ഇന്ത്യൻ സമൂഹത്തെ അല്ലെങ്കിൽ സമകാല കേരള സമൂഹത്തെ ചലിപ്പിക്കുന്നത് ദീർഘകാലം 70 വർഷത്തോളം ചവിട്ടി മറയ്ക്കാൻ ശ്രമിച്ച, അത് ഗാന്ധിയന്മാരായിക്കൊള്ളട്ടെ, മാർക്സിയൻ അധികാര രൂപങ്ങളും മാർക്സിയൻ ചിന്തകളുമായിക്കൊള്ളട്ടെ, അവരാൽ തന്നെ ചവിട്ടി അരയ്ക്കാൻ ശ്രമിച്ച, അവർ ചവിട്ടി മറയ്ക്കാൻ ശ്രമിച്ച ദർശനങ്ങൾ തന്നെയാണ് അവർക്ക് ഒരു ക്രൈസിസ് വന്നപ്പോൾ അവർക്ക് എടുക്കാൻ ഉള്ളൂ. അവർ നിർമ്മിച്ചതൊന്നും ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം. അപ്പോൾ കേരളത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പിലും കേരളത്തെ ഇനി അടുത്ത ജനാധിപത്യത്തിലേക്ക് കേരളത്തിൽ നയിക്കണമെന്നുണ്ടെങ്കിൽ ഈ ചിന്താധാരകൾ തന്നെയാണ് എടുക്കാനുള്ളൂ. ഈ ചിന്താധാരകളെ മിച്ചമുള്ളൂ. അതാണ് നമുക്ക് ഇതിലൂടെ തരുന്ന സൂചന. അപ്പം അതുകൊണ്ട് തന്നെ PRDS ഉൾപ്പെടെയുള്ള ദർശനങ്ങളെ നവീകരിച്ചും സമകാലപ്പെടുത്തിയും സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുപോവുക എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത്. അത് മത ചിന്തയുടെ അതിനുള്ളിലുള്ള വിശ്വാസികളുടെ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെ മാത്രം കാര്യമല്ലെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞാൻ സുരേഷ് സാറ് സംസാരിച്ചത് കുറച്ച് കേൾക്കാൻ കഴിഞ്ഞുള്ളൂ എങ്കിൽ പോലും അത് ഞാൻ കേൾക്കുകയായിരുന്നു. അപ്പോൾ ഒരു മത തത്വചിന്ത എന്ന നിലയിൽ അതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിന് വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് ചെയ്യാനുണ്ട്, അതിന് വിശ്വാസത്തിന് പുറത്തുള്ളവർക്ക് വേണ്ടി ചെയ്യാനുണ്ട്, വിശ്വാസികളായ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാനുണ്ട്. അതൊരു കാര്യമാണ്. അതിൻ്റെ അകത്ത് നിൽക്കുന്നൊരു കാര്യമാണ്. പക്ഷേ അതിന് പുറത്ത് അതിനേക്കാൾ പ്രാധാന്യത്തോടു കൂടി കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും അല്ലെങ്കിൽ നമ്മളുടെ മാറി വരുന്ന ലോക ചിന്താമണ്ഡലങ്ങളിൽ ഇനിയൊരു പുനർ പരിശോധനയും ഒരു പുനർപരിഷ്കരണത്തിലേക്കും ലോകം മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്ന നവോത്ഥാനം എന്ന് പറയുന്നത് സത്യത്തിൽ പഴയ നവോത്ഥാനത്തിൻ്റെ അപ്പടിയുള്ള ഒരു പറിച്ചു നടലല്ല. ശരിക്കും അത് രണ്ടാം നവോത്ഥാനമാണ്, അല്ലെങ്കിൽ നവനവോത്ഥാനമാണ്, ഒരു പുതിയ നവോത്ഥാനമാണ്. അപ്പോൾ ഈ പുതിയ നവോത്ഥാനത്തിൽ പുതിയ വായനകൾക്ക് വലിയ പ്രസക്തിയുണ്ട്. ഈ വായനകൾക്ക് PRDSൻ്റെ പാഠങ്ങൾ ചരിത്രപരമായി അതിനൊരുപാട് സംഭാവനകൾ ചെയ്യാനുണ്ടെന്നാണ് നിങ്ങളെപ്പോലെയാണ് ഞാനും മനസ്സിലാക്കുന്നത്. അതിലൊന്നാണ് ഇപ്പം CMS കോളേജിൻ്റെ ഒരു ജേണലിൽ അവർ സ്ത്രീ ചിന്തകൾ എന്ന് പറഞ്ഞിട്ട് ഒരു ലെക്ചർ ഇറക്കിയിരുന്നു. അപ്പോൾ എന്നോട് ദലിത് സ്ത്രീ ചിന്തകളെക്കുറിച്ചിട്ടുള്ള ഒരു ലേഖനം കൊടുക്കാനാണ് പറഞ്ഞിരുന്നത്. ഞാൻ മുമ്പ് 2 വർഷം മുമ്പ് എഴുതിയ ലേഖനമാണ്. അപ്പോൾ അന്ന് ഞാൻ ഇപ്പോൾ ഓർക്കുന്നത്, ഇപ്പോൾ രാജപ്രസാറുള്ള സമയത്ത് ഞാൻ രാജപ്രസാറിനെ കണ്ടിട്ട് എനിക്ക് അമ്മച്ചിയെക്കുറിച്ചിട്ട് കുറച്ച് ഡീറ്റെയിൽസ് വേണം. അമ്മച്ചിയെക്കുറിച്ചിട്ട് PRDS പഠിച്ചിട്ടില്ല എന്ന് ഉദ്ദേശിക്കുന്നത് അത് പ്രസിദ്ധീകരിച്ചൊന്നും വന്നിട്ടില്ല എന്ന നിലയിലാണ്. അതിൻ്റെ എല്ലാ വിഭവങ്ങളും PRDSനുണ്ടെന്ന കാര്യം നമുക്കെല്ലാം അറിയാം, നിങ്ങൾക്ക് എന്നെക്കാൾ കൂടുതലറിയാം. പക്ഷെ അത് ഏതെങ്കിലും തരത്തിലുള്ള ലേഖനങ്ങളായിട്ടോ കുറിപ്പുകളായിട്ടോ ഒന്നും വന്നിട്ടില്ലല്ലോ. അപ്പം അത് കളക്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് രാജപ്രസാറിനോട് പറയുകയും, സാറിപ്പം സാറ് കുറച്ച് കാര്യങ്ങൾ എനിക്ക് സാറിൻ്റെതായിട്ട് പറഞ്ഞു തന്നു. പിന്നെ 1-2 ആളുകളും കൂടി പറഞ്ഞു. പിന്നെ എനിക്ക് 1-2 ശാഖകളിൽ ചെന്ന് അത് ആ രീതിയിൽ
സമഹരിക്കാനൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അത് എനിക്കും എൻ്റെയും പല അസൗകര്യങ്ങൾ കൊണ്ട് അന്ന് നടന്നില്ല. പക്ഷേ എങ്കിലും യുവജന വിഭാഗത്തിലൊരു വലിയൊരു ഒരു 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 ഗ്രൂപ്പ് അത് സജീവമായി ഒന്ന് ഉൾക്കൊണ്ടു. ഇപ്പോൾ സുഭാഷ്, മധുകുമാർ അങ്ങനെയൊക്കെ വരുന്നൊരു ഗ്രൂപ്പ് അത് ഉൾക്കൊണ്ടു. അവർ അത് ഏറ്റെടുത്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മച്ചിയെ സംബന്ധിച്ചിട്ടുള്ള ചില പഠനങ്ങൾ യുവജന വിഭാഗത്തിൽ നിന്നും അത് വരികയും ചില പതിപ്പുകൾ ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. ആ ഘട്ടത്തിൽ തന്നെ ഒരു പുസ്തകമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് ഞാനന്ന് ഈ യുവജന വിഭാഗങ്ങളോട് അന്ന് ഞാൻ പറഞ്ഞ കാര്യവും അപ്പം അന്ന് അമ്മച്ചിയെക്കുറിച്ചിട്ടൊക്കെ പൊതുവേ പറയുന്ന കാര്യങ്ങൾക്കകത്ത് തന്നെ ഒരു തരത്തിൽ ഇതിൻ്റെ റിസർവേഷനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പല പ്രതിരോധങ്ങളെയും അമ്മച്ചി ഇല്ലാണ്ടാക്കി. ഈ മട്ടിലൊക്കെയുള്ള ചരിത്രത്തിന് നിരക്കാത്തെന്നല്ല പറയുന്നത്, കാലികമായി നമ്മൾ എടുക്കേണ്ട ചില സ്റ്റാൻഡുകളുണ്ട്. അപ്പോൾ ആ സ്റ്റാൻഡുകളിൽ അമ്മച്ചിയുടെ സ്റ്റാൻഡ് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് അന്നും മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. അപ്പോൾ ഇങ്ങനെ പറയുന്ന സമയത്തും അമ്മച്ചിയുടെ സ്റ്റാൻഡ് ആയിരുന്നു എൻ്റെ നിലപാട്. എന്തെന്നാൽ റിസർവേഷൻ എന്ന് പറയുന്ന ഒരു കച്ചിത്തുരുമ്പ്, ആ കച്ചിത്തുരുമ്പിന് വേണ്ടിയിട്ട് അഘോരാത്രം പണിയെടുത്ത അംബേദ്കർ ബുദ്ധമതത്തിലേക്ക് പോകുന്ന സമയത്ത് ബുദ്ധമതത്തിലും ജൈനമതത്തിലും ക്രിസ്തു മതത്തിലും ഇസ്ലാം മതത്തിലും സിഖ് മതത്തിലും റിസർവേഷൻ നിരോധിച്ചുകൊണ്ട് ഓർഡർ വരികയാണ് ചെയ്തത്. പിന്നെ ഹിന്ദു മതത്തിനുള്ളിൽ മാത്രമാണ് റിസർവേഷൻ ഉള്ളത്. അപ്പോൾ വളരെ പ്രായോഗികമായ ഒരു പൊസിഷനാണ് ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങളിലെയും ദലിത് മൂവ്മെൻറ്റുകൾ സ്വീകരിച്ചത്. അത് ജനാധിപത്യ അവകാശം എന്ന നിലയിലും സമൂഹത്തിന് രക്ഷപ്പെടാനുള്ള ഒരു കച്ചിത്തുരുമ്പ് എന്ന നിലയിലും അത് സ്വീകരിക്കുകയും സർട്ടിഫിക്കറ്റിലോ അല്ലെങ്കിൽ അല്ലാതെ രേഖകളായിട്ടോ സ്വീകരിക്കുകയും മറിച്ച് നമ്മളുടെ പ്രതിരോധവും നമ്മളുടെ വിമർശനവും നമ്മൾ സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു രൂപമാണ് നമ്മൾ ഇന്ത്യയിലുടനീളം നമ്മൾ കാണുന്നത്. അത് തന്നെയാണ് സത്യത്തിൽ അമ്മച്ചിയും അന്ന് ചെയ്തത്. പിന്നെ ദീർഘകാലം PRDCൻ്റെ അകത്ത് തന്നെ നിലനിന്നിരുന്ന പലതരത്തിലുള്ള കേസുകൾ, അവയെ തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക, സഭയെ മുന്നോട്ട് നയിക്കുക. അപ്പം ഞാനതിൻ്റെ കുറച്ച് സൂചനകൾ ഞാൻ ആ ലേഖനത്തിൽ ഈ പറയുന്ന PRDCൻ്റെ ഉള്ളിലുള്ള അംഗങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഒഴിവാക്കുകയും നേരെ മറിച്ച് 35 വർഷത്തോളം സഭയുടെ നേതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് ഒരുപക്ഷെ ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിലോ ഇന്ത്യയിലോ ഇത്രയും ദീർഘകാലം ഒരു സഭയെ നയിക്കുവാൻ കഴിഞ്ഞ മറ്റൊരു വനിത ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതിനകത്ത് ആ CMSൻ്റെ ജേണലിൽ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിവിധ മാഡത്തൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പുതിയ മാഡം, അഡ്വക്കേറ്റ് പ്രീത, അങ്ങനെ ഒരുപാട് തുറകളിലുള്ള സ്ത്രീകളുടെ ഒരു ലിസ്റ്റും ഒക്കെ വെച്ചിട്ട് ഒരു ആർട്ടിക്കിൾ എഴുതുകയുണ്ടായി. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത് പുതിയ നവോത്ഥാനത്തിൻ്റെ ഒരു മാതൃകയാണ്. നമ്മൾ ഈ പറയുന്ന നവോത്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ, PRDCൻ്റെ പ്രസക്തിയെക്കുറിച്ച് പറയുമ്പോൾ, PRDC പോലുള്ളൊരു പ്രസ്ഥാനം എങ്ങനെയാണ് സ്ത്രീ പുരുഷ തുല്യതയെക്കുറിച്ച് കണ്ടിരുന്നത് എന്നത് അത് ലോകം മാതൃകയാക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം നവോത്ഥാനത്തിൽ ഇതേപോലെ തന്നെ വിവിധ സംഘടനകൾക്ക് അകത്ത് സ്ത്രീകളുടെ നേതൃത്വങ്ങളുണ്ടായിരുന്നു. NSSൽ സ്ത്രീകളുടെ നേതൃത്വം ഉണ്ടായിരുന്നു, SNDPയിലുണ്ടായിരുന്നു, നമ്പൂതിരി ക്ഷേമസഭ പോലുള്ള പ്രസ്ഥാനങ്ങളിലുണ്ടായിരുന്നു, സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളിലുണ്ടായിരുന്നു. പക്ഷേ ആ സ്ത്രീകളൊക്കെ ഒരു ഘട്ടം കഴിയുമ്പോൾ, പ്രത്യേകിച്ച് 1960കളോടുകൂടി നിശബ്ദമാവുകയും നേതൃത്വങ്ങളായിട്ട് വരുന്ന ആളുകളുടെ കൈകളിലേക്ക് ഇത് ചുരുങ്ങുകയും അതിലെ സ്ത്രീകളുടെ നേതൃത്വവും ശബ്ദവും പടിപടിയായി നിശബ്ദമായി പോവുകയും പിന്നീട് 1990 ശേഷം സ്ത്രീവാദ ചിന്തകൾ വന്ന ഘട്ടം മുതൽ
രണ്ടാം ഘട്ടമാണ് സ്ത്രീകളുടെ ഒരു ഇടം സാഹിത്യത്തിലും മറ്റ് മേഖലകളിലും റിസർവേഷനിലൊന്നും ഇപ്പോഴും ആയിട്ടില്ല കിട്ടുന്നത് എങ്കിൽ PRDSൻ്റെ മാതൃക അതല്ല. PRDS അത് കാഴ്ചപ്പാട് കൊണ്ട് തന്നെ അത് മറ്റൊന്നാകുന്നു, അത് മറ്റൊരു മാതൃക മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ്. അപ്പം അത് നമ്മളുടെ പുതിയ നവോത്ഥാന കേരളത്തിൽ നമ്മൾ എങ്ങനെ PRDS സ്ത്രീ പുരുഷ തുല്യതയെ മാതൃകയാക്കിക്കൊണ്ട് അതിൻ്റെ 1939 കുമാരഗുരുദേവൻ്റെ ശരീരം മറഞ്ഞുപോയ ഘട്ടത്തിന് ശേഷം എങ്ങനെയാണ് അത് 87 വരെ അതിൻ്റെ ദീർഘകാലം അതിനെ അതിജീവിക്കാൻ കഴിഞ്ഞത്, അതിൽ ഒരു വനിത എങ്ങനെ നേതൃത്വത്തിൽ നിന്നു. അപ്പോൾ അത് സഭയുടെ തന്നെ PRDSൻ്റെ തന്നെ അടിസ്ഥാനപരമായ പ്രത്യയശാസ്ത്രം അതായതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനൊരു പ്രത്യയശാസ്ത്രം അതിനില്ലെങ്കിൽ അത് സാധ്യമല്ല. അപ്പോൾ സ്ത്രീയും പുരുഷനെയും ആ അർത്ഥത്തിൽ കാണുന്ന ഒരു പ്രത്യയശാസ്ത്രം അതിനുള്ളിൽ നിലനിൽക്കുന്നു. ആ പ്രത്യയശാസ്ത്രത്തെ നമുക്ക് ഉരുത്തിരിച്ച് കൊണ്ടുവരാൻ എത്രമാത്രം കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമ്മൾ ഇനിയും പരിശോധിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഈ ഫെമിനിസ്റ്റ് സ്ത്രീ ചിന്തകൾക്കകത്തെ വിവിധ കാഴ്ചപ്പാടുകൾ നിലനിൽക്കുന്നു. ഇപ്പോൾ കുടുംബം ഒരു വലിയ ഒരു അധികാരത്തിൻ്റെ രൂപമാണ്, അതുകൊണ്ട് കുടുംബഘടന തകർക്കണം എന്ന് പറയുന്ന സ്ത്രീവാദ ചിന്ത നമ്മുടെ മുമ്പിലുണ്ട്. കുടുംബമാണ് അധികാരത്തിൻ്റെ രൂപം, അതുകൊണ്ട് കുടുംബഘടന തകർക്കണം, സ്ത്രീയും പുരുഷനും തുല്യ വ്യക്തികളായി നിന്നുകൊണ്ട് അവർ ജീവിക്കണം എന്ന് പറയുന്ന ഒരു ആശയം നിലനിൽക്കുന്നുണ്ട്. അത് ഫെമിനിസം എന്ന ആശയമാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈ ബ്ലാക്ക് ഫെമിനിസ്റ്റ് ചിന്തകൾ അതിനെ അംഗീകരിക്കുന്നില്ല. ബ്ലാക്ക് ഫെമിനിസ്റ്റ് ചിന്തകൾ 1950 മുതൽ അവർ പറയുന്നത് ഞങ്ങളുടെ ചിന്തകളിൽ ഞങ്ങൾക്ക് ഈ പറയുന്നത് പോലെ ഞങ്ങളുടെ കറുത്ത പുരുഷന്മാരെ ഞങ്ങൾക്ക് അവഗണിക്കാൻ പറ്റില്ല. എന്തെന്ന് ചോദിച്ചാൽ അവർ സമൂഹത്തിൽ ഏറ്റവും പീഡനം ഏൽക്കുന്ന വിഭാഗങ്ങളാണ്. അമേരിക്കൻ അല്ലെങ്കിൽ യൂറോപ്യൻ ജയിലുകളിൽ ശിക്ഷ അനുഭവിക്കുന്നവർ, അല്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് പിടിക്കപ്പെടുന്നവർ, അറസ്റ്റ് ചെയ്യപ്പെടുന്നവർ, മർദ്ദനമേൽക്കുന്നവർ കറുത്ത പുരുഷന്മാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവരെയും കൂടി സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ ഞങ്ങളുടെ ഒരു സ്ത്രീവാദ പ്രത്യയശാസ്ത്രം മുന്നോട്ട് വെക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അവരതിനെ വുമണിസം എന്ന് വേറൊരു പേരിട്ടിട്ടാണ് ആ ചിന്തയെ അവർ വിളിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ ടോണി മോറിസൺ എന്നൊക്കെ പറഞ്ഞ പ്രശസ്തരായ നോവലിസ്റ്റുകളൊക്കെ ആ ആശയത്തിൻ്റെ ആളുകളാണ്. ബെൽ ഹുക്സ് എന്ന് പറയുന്ന ഈ സിനിമയെക്കുറിച്ചും ഒക്കെ എഴുതുന്ന ഒരു അധ്യാപികയുണ്ട്, ബെൽ ഹുക്സ്. അവരൊക്കെ അങ്ങനെയാണ് അവർ പറയുന്നത് മുസ്ലിം പുരുഷന്മാരും കറുത്ത പുരുഷന്മാരും നിരന്തരം അക്രമത്തിന് വിധേയമാകുന്നവരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് അവരെയും കൂടി രക്ഷിക്കണം എന്നാണ്. അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സ്ത്രീവാദ ചിന്തയാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതുമായി ചേർത്ത് വലിയ അളവോളം അതിനേക്കാൾ ഒന്നുകൂടി പുറകോട്ട് പോകാവുന്ന ഒരു ധാരയാണ്, ഒരു വീക്ഷണമാണ് PRDSൻ്റേത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അനാഥത്വവുമായി ബന്ധപ്പെട്ട് ഒരു ചരിത്രപരമായി അനാഥത്വത്തിലേക്ക് പോയ ഒരു സമൂഹം, പിതാവും മാതാവും വില വാങ്ങപ്പെട്ടു പോവുകയും കുട്ടികൾ അനാഥരാവുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിൽ നഷ്ടപ്പെട്ടു പോയ കുടുംബത്തെ തിരിച്ചു പിടിക്കുവാനുള്ള ഒരു ബാധ്യത, ഒരു വീക്ഷണം നമുക്കുണ്ട് എന്ന് പറയുന്ന PRDSൻ്റെ സങ്കല്പം ലോകത്ത് തന്നെ വിവിധ ചിന്തകളിൽ വ്യത്യസ്തമായ ഒന്നാണ്. അതിൽ ഒരു പക്ഷേ ഈ ആശയം നമ്മൾ ബ്ലാക്ക് സമൂഹത്തോട് സംസാരിച്ചാൽ ഒരു പക്ഷേ ഭയങ്കരമായി സ്വീകരിക്കപ്പെടാൻ സാധ്യതയുള്ള ഒന്നാണ്. കാരണം ഇതുപോലെ തന്നെ അടിമ വിൽപ്പനയിലൂടെ അനാഥരായിപ്പോയ സമൂഹമാണ് ലോകത്തിലെ കറുത്ത മറ്റു പല ദേശങ്ങളിലെയും തദ്ദേശീയരായ കറുത്ത സമൂഹങ്ങൾ എന്നുള്ളത്. അപ്പം ആ അർത്ഥത്തിൽ നഷ്ടപ്പെട്ടു പോയ കുടുംബത്തെ തിരിച്ചു പിടിക്കുന്ന ഒരു സങ്കല്പമാണ് ഇതിൻ്റെ ഫിലോസഫി, തത്വശാസ്ത്രം, ഇതിൻ്റെ കുടുംബസങ്കല്പം എന്ന് പറയുമ്പോൾ അത് നഷ്ടപ്പെട്ടു പോയ കുടുംബത്തെ തിരിച്ചു പിടിക്കുക മാത്രമല്ല, അത് സ്ത്രീ പുരുഷ തുല്യതയെ മറ്റൊരു രൂപത്തിൽ അത് അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മാതൃക നമ്മളുടെ ആധുനിക ലോകത്തിന് മുമ്പിലേക്ക് PRDS
വെച്ചിട്ടുണ്ട്. അത് നമ്മൾ നവീകരിച്ച് അത് പുതിയൊരു ഒരു 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 സംവാദ മണ്ഡലമാക്കി നമ്മൾ കൊണ്ടുവരിക എന്നുള്ള ഒരു പുതിയ കേരളത്തിൻ്റെ നവോത്ഥാനത്തെക്കുറിച്ച് പറയുമ്പം ഈ അർത്ഥത്തിലുള്ള ഒരു നവോത്ഥാനം, ആ നവോത്ഥാനത്തിന് ആവശ്യമായ നിരവധി സോഴ്സുകൾ നമ്മളുടെ അന്വേഷണങ്ങൾക്കകത്ത് നിലവിൽ ഉണ്ടെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയും. ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ യൂറോപ്യന്മാർ എഴുതിയ പുസ്തകങ്ങൾ വായിച്ച് അതുമാത്രം ഇവിടെ കൊണ്ടുവന്ന് പറയണമെന്നില്ലെന്നാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാകുന്ന ഒരു കാര്യം. അപ്പോൾ ആ അർത്ഥത്തിൽ പുതിയ നിരവധി ആശയങ്ങൾ തരുവാൻ നമുക്ക് കഴിയും. മറ്റൊന്ന്, ഈ നമ്മൾ യൂണിവേഴ്സിറ്റി തലങ്ങളിൽ വരുന്ന പഠിപ്പിക്കുന്ന പാഠങ്ങളുടെ ഒരു പോരായ്മയാണ്. പ്രത്യേകിച്ച് ഞാൻ കൂടുതൽ വിമർശിക്കാൻ ശ്രമിക്കുന്നത് മാർക്സിയൻ പാഠങ്ങളെയാണ്. അത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ എന്ന നിലയിൽ എടുക്കരുത്. എന്താണ് മാർക്സിയൻ പാഠങ്ങൾ? പലപ്പോഴും യാഥാർത്ഥ്യങ്ങളെ അവർ കാണാതെ പോകുന്നത് എന്നുള്ള നിലയിലാണ് പറയുന്നത്. അപ്പോൾ ഏറ്റവും അവസാനം വന്ന ചില പഠനങ്ങളായിരുന്നു ദലിത് ബഹുജൻ പഠനങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവയെയും അട്ടിമറിക്കാൻ വേണ്ടി, അത്തരം പഠനങ്ങളെയും ഒഴിവാക്കാൻ വേണ്ടി കൊണ്ടുവന്ന മറ്റൊരു പഠന ശാഖയാണ് കീഴാള പഠനങ്ങൾ, സബാൾട്ടേൺ സ്റ്റഡീസ് എന്ന് പറയുന്ന കീഴാള പഠനങ്ങൾ. അപ്പം ഞങ്ങൾ ഈ ഗവേഷകർ ഗൈഡ് ഉള്ള അധ്യാപകർ എന്ന നിലയിൽ എപ്പോഴും കുട്ടികൾക്ക് പറയാൻ ഇഷ്ടം കീഴാളർ എന്ന് പറയാനാണ്. അപ്പം കീഴാളർ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഒരു മേലാളർ ഒരു വശത്തുണ്ടെന്നുള്ളത് ഉറപ്പാണ്. അത് ആ വാക്കിൻ്റെ അകത്ത് തന്നെയുണ്ട്. രണ്ടാമത്തെ പ്രശ്നം, ഈ കീഴാളർ എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കുമ്പം കുട്ടികൾക്ക് അതിലൂടെ കുട്ടികൾ ഒരു എളുപ്പവഴി എടുക്കുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ജാതി വ്യവസ്ഥയെക്കുറിച്ച് പറയേണ്ടി വരുന്നില്ല. അതാണ് അതിൻ്റെ എളുപ്പവഴി. അപ്പം എപ്പോഴും കീഴാള പഠനങ്ങൾ, അപ്പം അധ്യാപകർ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നത് ഈ ഒരു പഠന ശാഖയാണ്. അപ്പോൾ കീഴാള പഠന ശാഖ എന്നൊരു, അല്ലെങ്കിൽ സബാൾട്ടൻ സ്റ്റഡീസ് സീരീസ് എന്ന് പറയുന്ന ഒരു പഠന പദ്ധതി നിലവിൽ നമ്മളുടെ അക്കാഡമിക് മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികൾ ഏതാണ്ട് ഒരു MA നിലവാരം തൊട്ട് മുകളിലേക്ക് പോകുമ്പോൾ, പ്രത്യേകിച്ച് ഈ സോഷ്യോളജി അത്തരം വിഷയങ്ങളിൽ, സയൻസ് ഒഴികെ ഉള്ള എല്ലാ വിഷയങ്ങളിലും കീഴാള പഠനങ്ങൾ സാഹിത്യത്തിലും സോഷ്യൽ സയൻസിലും എല്ലാം വരുന്നതാണ്. അപ്പം ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് പലപ്പോഴും മാർക്സിയൻ പഠന ശാഖയാണ് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പോൾ അവർക്ക് എളുപ്പമാണത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതി വ്യവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പഠനങ്ങൾ നടത്തേണ്ടതില്ല എന്നുള്ളതാണ് ഈ പഠനങ്ങളുടെ അവർ കാണുന്ന ഏറ്റവും വലിയ മെച്ചമെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് ഈ ആദി ദലിത് സമൂഹങ്ങളെ സംബന്ധിച്ചിട്ടുള്ള, ഇപ്പം ഞാനിവിടെ ആദി ദലിത് എന്നുള്ള വാക്കാണ് ഏറ്റവും അവസാനമായിട്ട് ഞാൻ പലയിടത്തും പ്രയോഗിക്കുന്നത്. അത് ഒന്ന് ആദിവാസികൾ എന്ന നിലയിലും ആദിയർ എന്ന നിലയിലും രണ്ട് പ്രയോഗങ്ങൾ എടുക്കുകയും, അതുപോലെ ദലിത് എന്ന് വിളിക്കുന്ന നമ്മളുടെ ഇന്ത്യയിലുടനീളം ചർച്ച ചെയ്യുന്ന ഒരു പൊതുവായിട്ടുള്ളൊരു പ്രയോഗം എന്ന നിലയിൽ ആദി ദലിത് സമൂഹം എന്നുള്ള ഒരു സമൂഹത്തെക്കുറിച്ചിട്ടുള്ള പഠനങ്ങൾ പലപ്പോഴും ഇവർ മറച്ച് വെക്കുകയും ചെയ്യുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ആ ഒരു സ്ഥലത്തേക്ക് PRDസിനെ പഠിക്കുവാൻ നിലവിൽ PRDs പോലുള്ള നിരവധി ജ്ഞാന മേഖലകളെ പഠിക്കുവാൻ നമ്മുടെ കൈവശമുള്ളത് വളരെ കുറച്ച് സോഴ്സുകൾ മാത്രമാണ്. അപ്പോൾ നിലവിൽ ഇതിന് നമുക്ക് ആകപ്പാട് നമുക്ക് ലഭ്യമാകാവുന്ന പ്രധാനപ്പെട്ടൊരു സോഴ്സ് അനുഭവവും ഓർമ്മയും തന്നെയാണ്. അപ്പോൾ ഇത് ഒരു മാതൃകയായി PRDs വളരെ മുൻപേ തന്നെ ഇവയെ മാതൃകയാക്കിയിരുന്നു എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇപ്പോൾ സുന്ദർ സരൂക്കായി എന്നൊക്കെ ആ പേരിലുള്ള ഒരു പണ്ഡിതനുണ്ട്. അപ്പോൾ അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പുതിയ ഒരു പഠനമുണ്ട്. ഗോപാൽ ഗുരു, സുന്ദർ സരൂക്കായി എന്ന് പറയുന്ന രണ്ട് പ്രൊഫസേഴ്സാണ്. അപ്പോൾ അവർ പറയുന്നത് ഓർമ്മകളാണ് ഈ പറയുന്ന തദ്ദേശ സമൂഹങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിസോഴ്സ് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ 2005 ശേഷമാണ് ആ ഒരു ആശയം അവർ മുന്നോട്ട് വെക്കുന്നത്.
നമ്മൾ PRDS നോക്കിയാൽ നമുക്ക് അപ്പച്ചൻ്റെ ഘട്ടം മുതൽ തന്നെ ഓർമ്മകളെയാണ് അപ്പച്ചൻ വലിയ ഒരു സോഴ്സായിട്ട് എടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് പുതിയ പല പഠനങ്ങളും മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടുകളെ രൂപീകരിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിശാസ്ത്ര ഉപകരണങ്ങൾ എന്ന് പറയുന്നത് വിവിധ രീതിശാസ്ത്രങ്ങൾ വളരെ മുമ്പ് തന്നെ PRDS നിർമ്മിച്ചിരുന്നു എന്നുള്ളതാണ്. ഓർമ്മകൾ തന്നെയായിരുന്നു അതിൻ്റെ പലതരത്തിലുള്ള അറിവ് രൂപങ്ങളാക്കി മാറ്റുവാൻ PRDSന് കഴിഞ്ഞിരുന്നത്. ഇപ്പം ഞാൻ വേറൊരു കുറിപ്പിൽ അത് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ സുന്ദർ സുരുക്കായി, ഗോപാൽ ഗുരു അവർ രണ്ടുപേരുടെയും ക്രാക്കഡ് മിറർ എന്ന് പറയുന്ന ആ പുസ്തകം ഓർമ്മകളെയും അനുഭവത്തെയും ഒരു റിസോഴ്സായിട്ട് നമ്മൾ ഉപയോഗിക്കണം എന്ന പുസ്തകത്തിൽ അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാഴ്ചപ്പാട്. കാരണം പ്രസിദ്ധീകരണ മാധ്യമങ്ങൾ വളരെ കുറവാണ്, ചരിത്ര രേഖകൾ വളരെ കുറവാണ്, നിലവിലുള്ള രേഖകൾ തന്നെ അധികാരികളുടെ രേഖകളാണ്, പത്രം അങ്ങനെയുള്ള അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ വളരെ പരിമിതമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓർമ്മകളെ സമാഹരിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഒരുപക്ഷെ കാണുന്നില്ലൊരു അക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി എന്ന് പറയുന്ന പ്രയോഗത്തിലൂടെ തന്നെ ഈ ഓർമ്മകളെ അപ്പച്ചൻ ഒരു വലിയ ഒരു സോഴ്സാക്കി കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. മറ്റൊരു കാര്യം ആദി ദ്രാവിഡർ എന്ന് വിളിക്കാവുന്ന ഒരു സങ്കല്പമാണ്. അപ്പോൾ ആദി ദ്രാവിഡർ എന്ന് വിളിക്കാവുന്ന സങ്കല്പത്തിന് ഒരുപാട് തരത്തിലുള്ള വിമർശനങ്ങൾ വേണ്ടി വന്ന് എടുക്കേണ്ട ഒരു പ്രയോഗമായിരുന്നു. ഇന്നും അങ്ങനെയാണ്. പക്ഷേ ഈ കഴിഞ്ഞ ശബരിമല വിഷയം വന്നപ്പോൾ അപ്രതീക്ഷിതമായി മലയേറിയ വിഭാഗത്തിൻ്റെ ഇടയിൽ നിന്നും PK സജീവൻ സാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു ക്ലെയിം കൊണ്ടുവന്നു. മലയേറിയരുടെ ദൈവമാണ് അയ്യപ്പൻ എന്ന് പറഞ്ഞു. പിന്നീട് അത് പുസ്തകമായിട്ടുണ്ട്. ഇപ്പോൾ അത് ജനുവരിയിൽ അത് പുസ്തകമാകുണ്ടായി. ഈ പുസ്തകത്തിലേക്ക് വരുമ്പം ആദി ദ്രാവിഡർ എന്നാണ്. ഈ മലയേറിയർ എന്നത് ഒന്നുകൂടി ഇതാക്കുകയും ആദി ദ്രാവിഡർ എന്നുള്ള പ്രയോഗത്തിലേക്ക് അദ്ദേഹം മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പം ആദി ദ്രാവിഡർ എന്ന് വിളിക്കുന്ന ഒരു പ്രയോഗം ഒരർത്ഥത്തിൽ തദ്ദേശ സമൂഹങ്ങൾക്ക് വിവിധ ആദിവാസി വിഭാഗങ്ങൾ എന്ന നിലയിൽ നമ്മൾ ഇന്ന് പറയുന്ന ആദിവാസി വിഭാഗങ്ങൾ, പട്ടിക വിഭാഗങ്ങൾ എന്നൊക്കെ വിളിക്കുന്ന ഇവർക്കൊക്കെ ഒന്നിച്ച് ചിന്താപരമായി ഒന്നിച്ച് നിൽക്കാവുന്ന, ചരിത്രപരമായി ഒന്നിച്ച് നിൽക്കാവുന്ന കുറച്ചുകൂടി അടുപ്പം ഈ പ്രയോഗത്തിന് വരുന്നു എന്നുള്ളതാണ് നമ്മൾക്ക് പുതിയ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു പ്രത്യേകത എന്ന് നമുക്ക് പറയാവുന്നത്. ദൈവത്തെ സംബന്ധിച്ചിട്ട് തന്നെ പ്രധാനമായും നിരവധി ലോകത്ത് ദൈവസങ്കല്പങ്ങൾ ഒരുപക്ഷെ പലതരത്തിലുള്ള ദൈവങ്ങളുടെ വലിപ്പം, രൂപമില്ലായ്മ, ഇങ്ങനെയൊക്കെ, അല്ലെങ്കിൽ എന്താണ് ദൈവത്തിൻ്റെ ഉദ്ദേശലക്ഷ്യം, ഇങ്ങനെയൊക്കെയുള്ള പല അഭിപ്രായങ്ങളും നിലനിൽക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ആ ഒരു സ്ഥലത്ത് PRDSനെ സംബന്ധിച്ചിടത്തോളം PRDSൻ്റെ ഓരോ ആളുകൾക്കും അറിയാവുന്ന കാര്യമായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചിട്ട് അതിനുവേണ്ടി സമയം കളയേണ്ട കാര്യമില്ല. എന്തായാലും അത് കറുത്ത നിറമുള്ള ഒരു ദൈവ സാമീപ്യത്തെ അത് മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം ഈ ബ്ലാക്ക് കോളനികളിൽ വൈറ്റ്സ് ചെന്നിട്ട് ക്രിസ്തുവിൻ്റെ രൂപം അവിടെ വെച്ചപ്പോൾ അവർ ഒരു ഘട്ടത്തിൽ ആ ക്രിസ്തുവിൻ്റെ രൂപങ്ങളുടെ സ്ഥാനത്ത് അവർക്ക് പരിചയരായിട്ടുള്ള കറുത്ത രൂപങ്ങളെ പ്രതിഷ്ഠിച്ചുകൊണ്ട് അവർ അതിനെ മറ്റൊരു കളർ എന്ന നിലയിൽ അവർക്ക് സവിശേഷമായ വിശേഷപ്പെട്ട നിറമാണ് കറുപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ബൈബിളിൻ്റെ ഈ വെളുപ്പാണ് നന്മ എന്ന് പറയുന്ന ആ സങ്കല്പത്തെ അവർ ഒഴിവാക്കുന്നുണ്ട്. വെളുപ്പാണ് നന്മ എന്ന് പറയുന്നൊരു സങ്കല്പം ബൈബിൾ മുന്നോട്ട് വെച്ച, ബൈബിൾ ലോകത്തുടനീളം പ്രചരിപ്പിച്ച ഒരു സങ്കല്പമാണ്. ആ സങ്കല്പത്തെ ബ്ലാക്സ്
രണ്ടാം ഘട്ടത്തിൽ ഒഴിവാക്കുന്നുണ്ട്. അതിന് സമാനതയുടെ ഒരു 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 രൂപത്തിൽ ഇവിടെ PRDS മുന്നോട്ട് വെക്കുന്ന കറുപ്പ്, അത് സന്തോഷത്തിൻ്റെയും വിമോചനത്തിൻ്റെയും ദൈവത്തിൻ്റെയും രൂപമാകുന്നത് വലിയ അളവോളം അത് ഒരുപക്ഷെ ദൈവങ്ങളുടെ രൂപത്തെ സംബന്ധിച്ചിട്ട് അതിൻ്റെ ഒരുപക്ഷെ അതിൻ്റെ നിറം തന്നെ എന്തായിരിക്കണം എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള കാഴ്ചപ്പാടിൽ ഒരു വലിയ അഴിച്ചുപണി നിർമ്മിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം. ഇവിടെ ഞാനിത് പലതും പറയുന്നില്ല. ഞാൻ ഇവിടെ അമരയിൽ വായിച്ച ഒരു പേപ്പറിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. ഞാനിപ്പോൾ ഈ ഉദയകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്ത പല ലേഖനങ്ങളിൽ നിന്നും സമാഹരിച്ചിട്ടുള്ള എൻ്റെ ഒരു PRDSൻ്റെ ആത്മവിചാരങ്ങളെ സംബന്ധിച്ചിട്ടുള്ള രേഖപ്പെടുത്തിയ ഒരു ഇതാണ് ഞാൻ. പക്ഷെ അത് അങ്ങനെ ഇവിടെ പറയുന്നില്ല. പുറത്ത് PRDSൻ്റെ ആ രീതിയിൽ PRDSൻ്റെ ഭാഗമല്ലാത്ത ആളുകൾക്ക് തയ്യാറാക്കിയിട്ടുള്ള ഒരു പേപ്പറാണ് സത്യത്തിൽ ഞാനിവിടെ ഇവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ചില കാര്യങ്ങൾ എടുത്തു പറയുന്നതിനപ്പുറം നമുക്ക് ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. അതുപോലെ പ്രശ്നങ്ങൾ ചരിത്രപരമാണ്, വിമോചനം ആത്മീയവുമാണ് എന്ന് പറയുന്ന ഒരു നിരീക്ഷണം സുഭാഷ് കുട്ടിക്കൽ മുന്നോട്ട് വെക്കുന്നൊരു നിരീക്ഷണമാണ്. പ്രശ്നങ്ങൾ ചരിത്രപരമാണ്, വിമോചനം ആത്മീയവുമാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ്. ഇപ്പം വിമോചനം ആത്മീയമാണ് എന്ന നിരീക്ഷണം അംബേദ്കർ മുന്നോട്ട് വച്ചിട്ടുള്ള ഒരു കാര്യവും കൂടിയാണ്. ഇതിൽ ഇപ്പോൾ ഈ പേപ്പറിൽ പറയാൻ അതിനോട് തയ്യാറെടുക്കാതെ വന്നൊരു കാര്യമാണ്. വിവിധ അന്വേഷണങ്ങളിൽ അംബേദ്കർ ചിന്തകളും അപ്പച്ചൻ്റെ ചിന്തകളും തമ്മിൽ പൊരുത്തപ്പെടുന്ന ഒരുപാട് ധാരകളുണ്ട്. അത് മറ്റൊരു വിഷയമാണ്, പഠന വിഷയമായതുകൊണ്ട് ഞാൻ അതിൽ പോകുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യ രമാദേവി അവർ രോഗിണിയായിരുന്നു. അപ്പോൾ അവരോട് പന്താർപുരിയിലെ ഒരു ക്ഷേത്രത്തിൽ അവർ അംബേദ്കറോട് പറയുകയും കുറച്ച് രോഗം മൂർച്ഛിച്ച സമയത്ത് അവിടുത്തെ ദേവനെ കാണാൻ വേണ്ടിയിട്ട് അംബേദ്കറോട് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അംബേദ്കറിൻ്റെ കുറിപ്പിൽ അത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അംബേദ്കർ പറഞ്ഞു, മനുഷ്യൻ ഒരർത്ഥത്തിൽ മനുഷ്യർക്ക് ദൈവം ആവശ്യമാണ്. അപ്പോൾ അദ്ദേഹം ബുദ്ധനോ കാറൽ മാർക്സോ എന്ന കൃതിയിൽ അദ്ദേഹം അത് മാർക്സിസ്റ്റുകളോടും പറയുന്നൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു, ഞാൻ കൂടെ വരാം, പക്ഷെ ഞാൻ ക്ഷേത്രത്തിൽ കയറില്ല. കാരണം ഈ ക്ഷേത്രം അവിടുത്തെ ദേവൻ നമ്മുടേതല്ല, അവിടുത്തെ വിഗ്രഹം നമ്മുടേതല്ല. പക്ഷെ നിൻ്റെ മനസ്സിന് ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വരാം എന്ന് പറയുകയും അംബേദ്കർ അദ്ദേഹത്തിൻ്റെ വാഹനവും ഇട്ട് ദൂരെ നിൽക്കുകയും രമാദേവി അവർക്ക് മഹർ വിഭാഗങ്ങൾക്ക് പോകാവുന്ന ദൂരത്തിൽ പോയി നിന്ന് തൊഴുതിട്ട് അതിൽ കൂടുതൽ പറ്റത്തില്ല, അവർ അയിത്ത വിഭാഗങ്ങളാണ്, തിരിച്ച് വരികയും ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആത്മീയതയെ ആവശ്യമാണെന്ന് അംബേദ്കറിന് തിരിച്ചറിയുന്നുണ്ട്. ഒരുപക്ഷെ അംബേദ്കർക്ക് PRDS പോലുള്ള ഒരു മതത്തെ അന്വേഷിക്കാനോ കണ്ടുപിടിക്കാനോ കഴിഞ്ഞില്ല. PRDSന് അന്നത്തെ നമ്മുടെ പരിമിതി വെച്ചിട്ട് അംബേദ്കറുമായിട്ടൊരു സംവാദം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതൊക്കെ ചരിത്രപരമായിട്ടുള്ള മറ്റൊരു പ്രശ്നമാണ്. പക്ഷേ ഇന്ന് അതല്ല, ഇന്ന് കാലം കുറച്ചുകൂടി മാറിയിരിക്കുന്നു. ഇന്ന് നമുക്ക് ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ ചർച്ച ചെയ്യാനും ഡിസ്കഷൻ നടത്താനും ഒക്കെ പറ്റുന്ന ഒരുപാട് മാധ്യമങ്ങളും ഒരുപാട് ലോകവും പുതിയ ലോകത്തിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചർച്ച നമുക്കിന്ന് കുറച്ചുകൂടി സാധ്യവുമാണ്. അപ്പം പ്രശ്നങ്ങൾ ചരിത്രപരമാണ്, വിമോചനം ആത്മീയവുമാണ് എന്ന് പറയുന്ന ഈ കാഴ്ചപ്പാട് ഫലത്തിൽ മനുഷ്യർക്ക് തന്നെ പ്രസക്തമായ ഒന്നാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം രാജീവൻ എന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ടൊരു ചിന്തകൻ മാർക്സിയൻ പ്രസ്ഥാനങ്ങളോട് അവരോട് വിമർശിച്ചുകൊണ്ടൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ഈ യുക്തിവാദികളും മാർക്സിയൻ ചിന്തകന്മാരും ഇതിനെ ദൈവ വിശ്വാസത്തെയോ അതല്ലെങ്കിൽ ആത്മീയതയെയോ നിങ്ങൾ ഏകപക്ഷീയമായി വിമർശിക്കുകയാണ് ചെയ്തത്. നിങ്ങൾ ഏകപക്ഷീയമായി അവയെ വിമർശിച്ചതിനാൽ പകരം ഒരു വഴി നിങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ കഴിയാതെ പോവുകയും ചെയ്തതിനാൽ ഫലത്തിൽ സംഭവിച്ചത് അത് വലിയ കടുത്ത ഒരു പ്രയോജനവുമില്ലാത്ത ദൈവവിശ്വാസത്തിലേക്കും അത്തരം
ആത്മീയതയിലേക്കും എത്തുകയും അത് ഇന്ന് നമ്മൾ രാജ്യത്ത് കാണുന്ന തരത്തിലുള്ള ഒരുതരം വർഗീയതയും ഫാസിസവുമുള്ള മതങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്നതിൻ്റെ ഒരു അതിലേക്കത് കൂപ്പുകുത്തി എന്ന് പറഞ്ഞുകൊണ്ട് വിമർശിക്കുന്നുണ്ട്. ഈ വിമർശനം ഒരർത്ഥത്തിൽ പൊയ്കലപ്പച്ചനും കാണുന്നുണ്ട്, അംബേദ്കറും കാണുന്നുണ്ട്. പൊയ്കലപ്പച്ചൻ അതുകൊണ്ട് തന്നെ തനിക്ക് വിമോചനമായി കിട്ടിയ, സുരേഷ് സാർക്ക് അത് സൂചിപ്പിച്ചതുപോലെ, ബൈബിളിനെ ഒരു ടൂൾ എന്ന നിലയിൽ അതിൻ്റെ അകത്തുനിന്ന് എടുക്കുന്ന ഒരു ഉപകരണങ്ങൾ, കുറച്ച് ഇപ്പം നമുക്കൊരു വീട് വെക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ടൂൾസ്, കുറച്ച് ഉപകരണം നമുക്ക് ആവശ്യമാണ്. ചിലപ്പോൾ അടുത്ത ഘട്ടത്തിൽ നമ്മൾ ആ ഉപകരണം മാറ്റിയിട്ട് ആ ടൂൾസ് മാറ്റിയിട്ട് നമ്മൾ വേറെ ടൂൾസ് വെക്കും. അല്ലാതെ ഒരു വീടിന് ആദ്യമേ വെക്കുന്ന കഴുക്കോലും തൂണുമായിരിക്കത്തില്ല ജീവിതകാലം മുഴുവൻ, അത് പിന്നീട് മാറ്റും, പുതുക്കി പണിയും. എന്നതുപോലെ ഒരു കുറച്ച് ടൂൾസ് ബൈബിളിൽ നിന്നും അപ്പച്ചൻ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പച്ചൻ്റെ നമുക്കെല്ലാം അറിയാവുന്ന പോലെ ആദ്യകാലത്തെ പാട്ടുകളിലെല്ലാം ഇപ്പം രത്നഗീതങ്ങൾക്കകത്തൊക്കെ നമുക്ക് കാണാവുന്നതാണ്. മുഴുവൻ അതിൻ്റെ ബൈബിളിൽ നിന്നും എടുത്തിട്ടുള്ള ഒരുപാട് ഇമാജിനേഷനുകൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അത് വീണ്ടും പരിഷ്കരിച്ച് കൊണ്ടുവരുന്നത് ഒരുപക്ഷെ 30-ന് ശേഷം ഒക്കെ കാണുന്ന അപ്പച്ചൻ്റെ പാട്ടുകളിൽ അത്രയോ പരിഷ്കരിച്ചിട്ടാണ് നമുക്ക് ആ ചേഞ്ച് വ്യക്തമാണ്, നമുക്കത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ആ അർത്ഥത്തിൽ ചരിത്രത്തെയും പ്രശ്നം ചരിത്രപരവും അതുപോലെ വിമോചനം ആത്മീയവുമാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം അപ്പച്ചൻ മനസ്സിലാക്കുകയും താൻ തന്നെ മറ്റ് ഒരു പതറിപ്പോകാതിരിക്കാൻ കൂടെ വന്നിട്ടുള്ള അല്ലെങ്കിൽ സമൂഹത്തിൽ ഏറ്റവും പീഡിതരായിട്ടുള്ള ജനത പതറിപ്പോകാതിരിക്കാൻ അല്ലെങ്കിൽ അവർ കൂടുതൽ ചിതറിപ്പോകാതിരിക്കാൻ ഏറ്റവും ഉറച്ച ഒരു വിശ്വാസം, ഏറ്റവും ഉറച്ച ഒരു ബലം നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ തന്നെയാണ് ദൈവം എന്ന നിലയിൽ അതിനെ അത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തുകയും ആ പ്രഖ്യാപനത്തിലൂടെ ഒരർത്ഥത്തിൽ വിമോചനം ആത്മീയമാണെന്ന് സൂചിപ്പിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ വിമോചനം ആത്മീയമാണ് എന്ന് പറയുന്നത് നിലവിൽ PRDS സൂചിപ്പിക്കുന്നത് പോലെ അത് ഏതെങ്കിലും പ്രത്യേക തരത്തിലുള്ള അന്ധവിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ അനാചാരത്തിൻ്റെ ഭാഗമല്ലാതിരിക്കുകയും അതുപോലെ മരണാനന്തരമുള്ള ഏതെങ്കിലും ഒരു സ്വർഗ്ഗലോകം എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം ഭൗതിക ജീവിതം നിന്നയിലും പാപഭാരത്താലും ആവരുത് എന്ന് പറയുകയും ചെയ്യുന്ന വലിയ ഒരു പ്രത്യയശാസ്ത്രത്തെ അത് വികസിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് അതിൻ്റെ ചരിത്രത്തെയും ചരിത്രത്തിൽ നിന്ന് ആ ചരിത്രത്തെ തന്നെ പുനർപരിശോധിക്കുന്നിടത്താണ് അതിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾക്ക് കാണാൻ കഴിയുകയെന്നും വിമോചനത്തിൻ്റെ സാധ്യത ഒരു പുതിയ ആത്മീയ പാതയാണ് എന്ന് പറയുകയും ചെയ്യുന്ന അതിൻ്റെ വഴി ഒരു പക്ഷേ അത് ലോകത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ മറ്റ് പല ദൈവശാസ്ത്രങ്ങളും അത്ര കാര്യമായി മുന്നോട്ട് പോയിട്ടില്ലാത്ത ശ്രദ്ധിച്ചിട്ടില്ലാത്ത വഴി കൂടിയാണെന്നാണ് എനിക്കും അത് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിൽ ഒരു വിശദമായ പാരായണങ്ങൾ നമുക്ക് അതിനെ സംബന്ധിച്ചിട്ട് മുന്നോട്ട് വെക്കാവുന്നതാണെന്ന് തോന്നുന്നു. അതുപോലെ ഇപ്പോൾ PRDSൻ്റെ ചരിത്രത്തെ പഠിക്കുമ്പോൾ വരുന്ന ഞാനതിനെ പ്രാഥമിക ഘട്ടം, ദ്വിതീയ ഘട്ടം, തൃതീയ ഘട്ടം എന്നുള്ള നിലയിൽ അതിന് 3 ഘട്ടങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. ഒരുപക്ഷെ അതിൻ്റെ പ്രാഥമികമായി PRDSനെ പഠിച്ച ചന്താരശ്ശേരി സാറിനെ പോലെയൊക്കെയുള്ള ആളുകൾ അതൊരു പ്രാഥമികമായിട്ടൊരു അന്വേഷണമാണ്. നമുക്കതിനെ പരിപൂർണമായിട്ട് അവഗണിക്കുകയോ അല്ലെങ്കിൽ അതാണ് എല്ലാമെന്നും പറയുകയോ ചെയ്യുക എന്നുള്ളതല്ല. അത് ആ ഒരു ഘട്ടത്തിലെ സാധ്യത ആ സോഴ്സുകൾ ഉപയോഗിക്കുക മാത്രമാണ്. ഒന്ന് കാലഘട്ടം കൂടി നോക്കണം. അപ്പോൾ ഇന്നിപ്പം നമ്മളീ പറയുന്നതായിരിക്കത്തില്ല 50 വർഷം കഴിയുമ്പം നമ്മളുടെ തന്നെ പ്രയോഗങ്ങളും വാക്കുകളും ഒക്കെ പരിഷ്കരിച്ചുകൊണ്ടായിരിക്കും പുതിയ തലമുറ നമ്മളെ തന്നെ ഇത് അന്വേഷിക്കുക. അല്ലാതെ നമ്മൾ പറയുന്ന അതേപടി ആയിരിക്കത്തില്ല. അപ്പോൾ കാലഘട്ടവും കൂടി പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. ദ്വിതീയ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ PRDSൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയുള്ള പുതിയ പഠനങ്ങൾ രൂപപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. തൃതീയ ഘട്ടത്തിലെത്തുമ്പോൾ അത്
പൊതു സമൂഹത്തോട് തന്നെ അത് ചർച്ച ചെയ്യുന്ന അതിന് അത്തരത്തിലുള്ള ഒരു സാധ്യത വരുന്നുണ്ട്. അപ്പോൾ അതിലൊരു ബഹുസ്വര പാഠങ്ങൾ PRDCന് സാധ്യമാണ് എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് ബഹുസ്വര പാഠങ്ങൾ അതിൻ്റെ അകത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഒരു ഏകമുഖമായ പാഠം അതിന് സാധ്യമാണോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഏകമുഖമായ പാഠം നമ്മൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ഒരുപക്ഷെ നമ്മളുടെ അത് PRDC മാത്രമല്ല, അപ്പോൾ അത് അയ്യങ്കാളി മൂവ്മെൻ്റ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് മൂവ്മെൻറ്റുകളാണെങ്കിലും ഒക്കെ, അല്ലെങ്കിൽ ദലിത് മൂവ്മെൻ്റ് ഒന്നിച്ചെടുത്താൽ പോലും ഒക്കെ ഏകമുഖമായിട്ട് നമുക്ക് പറയാൻ കഴിയാത്ത വിവിധ സാധ്യതകൾ അവ നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നുണ്ടെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തോന്നുന്നത്. അപ്പോൾ അത് എന്താണെന്ന് ചോദിച്ചാൽ ഞാനതിനകത്ത് ചിത്രകലയുടെ ഒരു ഉദാഹരണം വെച്ചിട്ടാണ് ഇതിൽ എഴുതിയത്. ഈ ഇടക്കൽ ഗുഹയിലെ ചിത്രകലയുണ്ട്, ചിത്രരേഖകളുണ്ട്. അത് പാറയിൽ കല്ലിൻ്റെ ഉളികൾ കൊണ്ട് തന്നെ വരഞ്ഞ ചിത്രങ്ങളാണത്. ഒറ്റ നോട്ടത്തിൽ വരയും കുറിയും മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. അതേസമയത്ത് രണ്ടാമത്തെയോ മൂന്നാമത്തെ നോട്ടത്തിൽ നമുക്ക് ഒരു വനത്തിനുള്ളിൽ പ്രത്യക്ഷപ്പെട്ടൊരു ദിവ്യൻ്റെ ചിത്രമാണെന്ന് നമുക്ക് അടുത്ത ഘട്ടത്തിൽ നമുക്ക് വ്യക്തമാകുന്നത്. അതുപോലെ തന്നെ EV അനിൽ നടത്തിയിട്ടുള്ള ഒരു പറ്റം ചിത്രരചനയുണ്ട്. റഫായിട്ട് വരച്ചുകൊണ്ടുള്ളൊരു രീതിയാണ് EV അനിലിൻ്റെ ചിത്രരചനയുടെ ഒരു മാതൃക. ഈ റഫായിട്ട് വരയ്ക്കുന്നത് അതിൻ്റെ ഉള്ളിൽ ഈ സമൂഹത്തിൻ്റെ അവർ കടന്നു പോകുന്ന ആ വളരെ സംഘർഷം നിറഞ്ഞ ആ ഇടത്തെ കാണിക്കാനാണ്. അത്രയും റഫായിട്ടുള്ള കുത്തിവരകൾ എന്ന ഒരു രൂപം ആ ചിത്രം അവിടെ സ്വീകരിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ തെയ്യം എന്ന കലാരൂപത്തിലും നമ്മൾ കാണുന്നത്, തെയ്യം കലാരൂപത്തിൻ്റെ ചുട്ടിയും ഒക്കെ കുത്തുമ്പോൾ നിരവധി പാടുകളുണ്ട് ഈ കലാരൂപത്തിൻ്റെ മുഖത്തും ശരീരത്തെല്ലാം ഉണ്ട്. അത് ഒരു ചിത്രകാരൻ അതിനെക്കുറിച്ച് പറയുന്നത് ഈ തെയ്യം കലാരൂപമല്ല അടിയാള മനുഷ്യരുടേതായിരുന്നു. അപ്പോൾ ഇത് ചാട്ട കൊണ്ട് അടിയേറ്റ് തടിച്ച ആ ശരീരത്തിൻ്റെ തടിപ്പുകളാണ് ഈ ചുട്ടികളിലൂടെ വരുന്നതെന്നാണ് അതിലൂടെ അടയാളപ്പെടുത്തുന്നതാണ്. അപ്പം ഈ മട്ടിൽ ഒറ്റ വഴിക്ക് പോകാൻ പറ്റാത്ത നിരവധി കയറ്റവും ഇറക്കവും ഒക്കെയുള്ള ഒരുപാട് സങ്കീർണതകളുടെ അകത്തൂടെ കടന്നു പോകുന്ന വായനകളാണ് നമുക്ക് ഈ അപ്പച്ചൻ്റെ ഇതിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ആ ഘട്ടത്തിലേക്കുള്ള പഠനങ്ങൾ നമുക്ക് കാണാൻ കഴിയുക. അത് നമുക്ക് ഏകപക്ഷീയമായിട്ട് കാണാൻ കഴിയില്ല. ഇപ്പം നമ്മൾ സനൽ മോഹൻ സാറിൻ്റെ മേലുള്ള വിമർശനം നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ ഒരർത്ഥത്തിൽ സനൽ മോഹൻ സാർ അതിൻ്റെ അകത്ത് ഒരു വായന ആണ് അദ്ദേഹം ചെയ്യുന്നുള്ളൂ. അദ്ദേഹം അതിനകത്ത് ഈ പറഞ്ഞതുപോലെ ഈ ബ്രിട്ടീഷ് കൊളോണിയൽ രൂപങ്ങൾ ആഫ്രിക്ക പോലുള്ള പ്രദേശങ്ങളിൽ നടത്തിയ കൊളോണിയൽ ഇതും ബൈബിൾ അവരെ സ്വാധീനിച്ചതും കറുത്തവരെ ബൈബിൾ സ്വാധീനിച്ചതും അവർ പിന്നീട് ബൈബിളിനെ മറ്റൊരു തരത്തിൽ ഡെവലപ്പ് ചെയ്യുകയും തിരസ്കരിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെയും ഒരു രൂപം, ഒരു കോളനി ആധുനികത, കൊളോണിയൽ ഭരണവും കൊളോണിയൽ ആധുനികതയും അതിൽ നിന്നുണ്ടാകുന്ന അതിൻ്റെ ഒരു രൂപത്തിലാണ് സനൽമാഷിൻ്റെ പാഠം ഈ PRDCൻ്റെ പഠനത്തിലൊക്കെ അദ്ദേഹം വരുന്നത്. ഒരു പഠന രീതിയാണ്. അപ്പോൾ ആ പഠന രീതി ഒരു ഘട്ടം അങ്ങനെ തന്നെയാണ്. പക്ഷേ അത് മാത്രമല്ല, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഇപ്പം അജയ് ശേഖറൊക്കെ പറയുന്ന വേറൊരു ഇതാണ് ഈ ഇന്ത്യൻ ജ്ഞാനശാസ്ത്രങ്ങൾ. ഇപ്പം ബുദ്ധിസം, ജൈനിസം, തിരുക്കുറൾ, മറ്റ് തമിഴ് ഭക്തി പ്രസ്ഥാനങ്ങൾ, അതിൻ്റെ തുടർച്ചയിലാണ് അപ്പച്ചൻ്റെ സ്ഥാനം എന്നുള്ള ഡോക്ടർ അജയ് ശേഖർ പോലുള്ള ഒരു നിലപാടുണ്ട്. അത് വേറൊരു അന്വേഷണമാണ്. ഒരളവിൽ അതിൻ്റെ കാണാൻ പറ്റും. കാരണം ഈ പറയുന്നത് പോലെ മരണാനന്തരമുള്ള സ്വർഗ്ഗലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, ഭൂമിയിലെ ഭൗതികമായിട്ടുള്ള ജീവിതത്തിന് ഊന്നുന്നു. ഇമ്മട്ടിലുള്ള ഒരുപാട് കാര്യങ്ങൾ അത് എടുക്കുന്നത് ഈ പറയുന്ന ഇന്ത്യൻ ഫിലോസഫികളിൽ നിന്നാണ്. അപ്പോൾ ഇന്ത്യൻ ഫിലോസഫികളുടെ വേരുണ്ട് ഇതിൻ്റെ അകത്ത്. ഈ പറഞ്ഞ ഭൗതിക ചിന്തകളിൽ കേന്ദ്രീകരിക്കുന്ന ആത്മീയ പദ്ധതികളായിട്ടുള്ള ഇന്ത്യൻ ഫിലോസഫിയുടെ ഒരു വേരുണ്ട്. എന്നാൽ അത് മാത്രമല്ല. അപ്പോൾ ഈ പറഞ്ഞ കൊളോണിയൽ അത് മാത്രമല്ല,
ഇന്ത്യൻ ഫിലോസഫി മാത്രവുമല്ല, മറ്റ് PRDസിൻ്റെത് മാത്രമായ മറ്റ് നിരീക്ഷണങ്ങളുമുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ബഹുസ്തരമായിട്ടാണ് നിൽക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം പഠനങ്ങളെയൊക്കെ നമ്മൾ കാണുകയും അത്തരം പഠനങ്ങളെയൊക്കെ അതിൻ്റെ സാധ്യത കൂടി നമ്മൾ ഉപയോഗിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു കുറെ കൂടി വിപുലമായ ഒരു ജ്ഞാനശാഖയായി നമുക്കതിനെ സമകാല അന്വേഷണങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിയേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വ്യാപിപ്പിക്കലാണ് സത്യത്തിൽ PRDസിൻ്റെ പഠനങ്ങൾക്ക് കുറച്ചുകൂടി പ്രസക്തി നൽകുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ആ അർത്ഥത്തിൽ ഞാനിപ്പം ഈ മാർസിയൻ പഠനങ്ങൾ തന്നെ ഉദാഹരണപ്പെടുത്തി കഴിഞ്ഞാൽ, ക്ലാസിക്കൽ മാർസിയൻ പഠനങ്ങൾ അമ്മട്ടിലല്ല ഇന്ന് നിലനിൽക്കുന്നത്. ക്ലാസിക്കൽ മാർസിയൻ പഠനങ്ങൾ പിന്നീട് പരിഷ്കരിക്കുകയും അത് പിന്നീട് ക്രിട്ടിക്കൽ മാർക്സിസം, വിമർശനാത്മക മാർക്സിസം, അതുപോലെ ന്യൂ മാർക്സിസം, നവമാർക്സിസം എന്ന തരത്തിലേക്കൊക്കെ അവ പിന്നീട് പരിഷ്കരിക്കുന്നുണ്ട്. ഇപ്പം പ്രായോഗികമായി കഴിഞ്ഞ 10-20 വർഷമായി ഇന്ത്യയിലെ ദലിത് വിമർശകർ മുന്നോട്ട് വെച്ച മാർക്സിസത്തിൻ്റെ ഒരു റിസൾട്ട് പലപ്പോഴും മാർക്സിസ്റ്റുകൾ അവർ ഇഷ്ടപ്പെട്ടിട്ടോ അല്ലാതെയോ അവർ സ്വീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ പല അംബേദ്കർ ഉൾപ്പെടെയുള്ള പല മൂവ്മെൻറ്റുകളെയും പരിശോധിക്കുന്നു, വായിക്കുന്നു. ലോകത്തുടനീളം അവർ പരിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. അറബ് പ്രദേശങ്ങളിലെ മാർക്സിസം അറബ് ഇസ്ലാമിക് മൂവ്മെൻറ്റുകളെ കൂടി ഉൾപ്പെടുത്തുന്ന മാർക്സിസമാണ്. അങ്ങനെയൊക്കെ പരിഷ്കരിച്ചുകൊണ്ടാണ് മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രം തന്നെ കാലത്തെ അതിജീവിക്കുന്നത്. അത്തരത്തിൽ അതിജീവിക്കുവാൻ ദലിത് സങ്കല്പങ്ങൾക്കും അങ്ങനെ അതിജീവിക്കേണ്ടതുണ്ട്. ഒറ്റ ഒരു ആംഗിളിൽ മാത്രം നമ്മൾ കാണാൻ പോയാൽ നമുക്ക് അതൊരു പക്ഷേ നമ്മുടെ കാഴ്ചപ്പാട് ചിലപ്പം നമുക്ക് പതറിപ്പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ അംബേദ്കറിസമാണ് ഇതുപോലെ തന്നെയാണ്. അംബേദ്കറിസം ഇതുപോലെ തന്നെ അതിന് ഒന്നിൽ മാത്രം നിൽക്കാൻ കഴിയുകയില്ല. അത് കാലഘട്ടത്തിനനുസരിച്ച് നിരന്തരം അതിനെ പരിഷ്കരിച്ചുകൊണ്ടും മാത്രമേ മുന്നോട്ട് നിൽക്കാൻ കഴിയുകയുള്ളൂ. അംബേദ്കറിസത്തിൻ്റെ ആ ഒരു തരത്തിലുള്ളൊരു പരിഷ്കരണത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് എന്നെപ്പോലുള്ള ആളുകൾ PRDസിനെ പഠിക്കുന്നത്. PRDസിനെ പഠിക്കുന്നത് തന്നെ അംബേദ്കർ ചിന്തകളെ നവീകരിക്കുന്ന കൂടി ഭാഗമായിട്ടാണ്. അംബേദ്കർ ചിന്ത അങ്ങനെ നവീകരിക്കാൻ സാധ്യമാകാവുന്ന തരത്തിലാണ് അതിൻ്റെ തന്നെ ഘടന. അത് വിപുലമായൊരു ഘടന അംബേദ്കർ തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ പ്രത്യേകത. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അംബേദ്കർ തൻ്റെ അന്വേഷണങ്ങളെ 3 ഘട്ടങ്ങളായിട്ട് 3 ടീച്ചേഴ്സ് എന്ന നിലയിൽ 3 ഗുരുനാഥന്മാർ നില അദ്ദേഹം അതിനെ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. പ്രാചീന കാലഘട്ടത്തിലെ ബുദ്ധൻ, മധ്യകാലഘട്ടത്തിലെ കബീർ, കോളനി ആധുനിക കാലഘട്ടത്തിലെ ഫൂലെ. അങ്ങനെ അദ്ദേഹം തന്നെ അതിന് 3 ഘട്ടം തിരിക്കുകയും 3 പണ്ഡിതന്മാരെ അദ്ദേഹം അതിൻ്റെ അകത്ത് ഇതാവുകയും ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അത് വലിയ രീതിയിൽ അത് തന്നെ പല അന്വേഷണങ്ങളെ ചേർത്ത് നവീകരിക്കാനൊരു സാധ്യതയാണ് അംബേദ്കർ ഓൾറെഡി അതിനകത്ത് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് PRDസിലും കാണാൻ സാധിക്കും. PRDസിൻ്റെ അകത്തും ഇതുപോലെ തന്നെ അതിൻ്റെ ആത്മീയ ദർശനത്തിൻ്റെ കേന്ദ്രമായി ഗുരുദേവൻ നിൽക്കുന്ന സമയത്ത് തന്നെ അത് ചരിത്രത്തെയും ഇതര വിമോചന അന്വേഷണങ്ങളെയും അത് ലിങ്ക് ചെയ്തുകൊണ്ടാണ് അത് നിലനിൽക്കുന്നത്. അത് ഇന്ത്യൻ ജനതയുടെ തന്നെ നവീകരണത്തിന് പുതിയ വഴികൾ ഒരുക്കുകയും ഇന്ത്യൻ ജനതയുടെ തന്നെ പുതിയ വിമോചനത്തിൻ്റെ പാതയിലേക്ക് നിരവധി വഴികൾ തുറന്നു കൊടുത്തുകൊണ്ടാണ്, നിരവധി വെളിച്ചം നൽകിക്കൊണ്ടാണ് അത് മുന്നോട്ട് നിൽക്കുന്നത്. അത്തരത്തിലുള്ള വിവിധ രൂപത്തിലുള്ള ബഹുസ്വരമായിട്ടുള്ള ഒരു പഠനം നമുക്ക് അത് സാധ്യമാണ്. യുവാക്കളോട് PRDS എന്തു പറയുന്നു, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള PRDസിൻ്റെ കാഴ്ചപ്പാടുകൾ എന്താണ്, ഒരു സാമ്പത്തിക സമൂഹമായി വളരുന്നതിൽ PRDS നടത്തിയ മാതൃകകൾ എന്തൊക്കെയായിരുന്നു, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അയ്യൻകാളി പ്രസ്ഥാനം 1947 ഒരുപക്ഷെ അതിനു മുമ്പ് തന്നെ അയ്യൻകാളി പ്രസ്ഥാനം അതിൻ്റെ ആ സാർവജന പരിപാലന സംഘം എന്നുള്ള ആ ഒരു സങ്കല്പം അത് തകർന്നു പോകുന്നുണ്ട്. അത് പിന്നീട് അതൊരു ഉപജാതി പ്രസ്ഥാനമായിട്ട് അത് ചുരുങ്ങുന്നു. വിവിധ ഉപജാതികൾ വിവിധ പ്രസ്ഥാനങ്ങളിലേക്ക് തകർന്നു പോകുന്നു. ഒരു ടെക്സ്റ്റോ അല്ലെങ്കിൽ ഒരു ഹിസ്റ്ററിയോ അല്ലെങ്കിൽ ഒരു സാഹിത്യ രൂപമോ ഒരു ഭാഷയോ ഒന്നും നിർമ്മിക്കാൻ കഴിയാതെ അയ്യങ്കാളി പ്രസ്ഥാനം ദീർഘകാലം അത് നിശ്ചലാവസ്ഥയിലാകുന്നുണ്ട്. 70-80 വർഷം അത് നിശ്ചലാവസ്ഥയിലായി പോകുന്നുണ്ട്. ഒരുപക്ഷെ അയ്യങ്കാളിയുടെ തന്നെ അവസാനത്തെ 10-15 വർഷം അത് നിശ്ചലമായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. കേശവശാസ്ത്രിയുടെ മുന്നിലേക്കൊക്കെ എത്തുമ്പം അതൊരു ഉപജാതിയുടെ
പ്രസ്ഥാനമായിട്ട് ചുരുങ്ങുന്നുണ്ട്. അതിൻ്റെ കൂടെ വന്നിരുന്ന ദലിത് ക്രിസ്ത്യൻസ് പോലുള്ള വിഭാഗങ്ങളെ അത് അവോയ്ഡ് ചെയ്ത് പുറത്തു കളയുന്നുണ്ട്. വിവിധ സമൂഹങ്ങൾ ഉപജാതികളായി മടങ്ങിപ്പോകുന്നുണ്ട്. അപ്പം അങ്ങനെ വരികയും ഒരു എന്താണ് അദ്ദേഹം നടത്തിയിരുന്ന മൂവ്മെൻറ്റുകൾ, ആ മൂവ്മെൻറ്റുകളുടെ ഒരു സങ്കല്പത്തിൽ ഒരു എന്താണ് ഒരു നമ്മളുടെ ഒരു ഇമാജിനേഷനിൽ മാത്രം, സങ്കല്പത്തിൽ മാത്രം. വില്ലുവണ്ടി എന്നൊക്കെ പറയുന്നത് ഒരു സങ്കല്പം പോലെ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് അതിന് പാഠങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ പാഠങ്ങൾ പരിപൂർണമായി അവസാനിച്ച പാഠങ്ങളാണ്. ഇപ്പം ഒരുപാട് സാധ്യതകളും പാഠങ്ങളും ഉണ്ടായിട്ടും THP ചന്താരശ്ശേരി പോലുള്ള ആളുകൾ അതിനെ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴും അത് സമയത്ത് ഇത് കൊടുക്കാണ്ടിരിക്കുക, അതിന് അത്തരത്തിൽ സോഴ്സുകൾ പങ്കുവെക്കാണ്ടിരിക്കുക, അതൊക്കെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞ കാര്യങ്ങൾ. അതുകൊണ്ട് അതിന് പലതും ഈ പറഞ്ഞതുപോലെ പ്രദേശത്തു നിന്നും നാട്ടിൽ നിന്നൊക്കെ അത് ശേഖരിക്കുകയാണ് ചന്താരശ്ശേരി ചെയ്തത്. നമ്മൾ അദ്ദേഹത്തോട് നടത്തിയ ഇൻ്റർവ്യൂവിൽ നിന്നും നമുക്ക് മനസ്സിലായ കാര്യം അതായിരുന്നു. അപ്പോൾ ഈ ഘട്ടത്തിലും PRDS വലിയ തരത്തിൽ അതിൻ്റെ സോഴ്സുകൾ സംരക്ഷിക്കുകയും ആ സോഴ്സുകൾ നിലനിർത്തുകയും അത് പുതിയ പാഠങ്ങൾ ആയില്ലെങ്കിൽ പോലും അത് അപ്പച്ചൻ നിർമ്മിച്ച പാട്ടുകൾ, അതിനുശേഷം അപ്പച്ചൻ്റെ ശിഷ്യന്മാർ നിർമ്മിച്ച പാട്ടുകൾ, അപ്പച്ചനെക്കുറിച്ച് പിന്നീടുണ്ടായിട്ടുള്ള പാട്ടുകൾ, സഭയുടെ രൂപം, സഭയുടെ ആസ്തി, അങ്ങനെ അത് ഒരു വികസിച്ച ഒരു സമൂഹമായിട്ട് PRDS അപ്പോഴും അത് നിലനിന്നു എന്നുള്ളതാണ്. PRDS കേരള ചരിത്രത്തിലെ മറ്റ് ദലിത് പ്രസ്ഥാനങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ PRDSൻ്റെ മേന്മ, PRDS അത് മുന്നോട്ട് അത് നിലനിർത്തിയിരുന്നുള്ളതാണ്. അതിന് പരിപൂർണമായും അത് നിശബ്ദമായി പോയില്ല എന്നുള്ളതാണ് PRDSൻ്റെ ഒരു വലിയൊരു പ്രസക്തി. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ആത്മീയമായിട്ടുള്ള അതിൻ്റെ കേന്ദ്രമാണ്. ആത്മീയമായി അതിനൊരു കേന്ദ്രമാകാൻ കഴിഞ്ഞുകൊണ്ട് മാത്രമാണ് PRDSന് അതിജീവിക്കാൻ സാധിച്ചത്. അംബേദ്കർ ചിന്തകളും ആത്മീയമായി അതിനൊരു കേന്ദ്രമാകാൻ കഴിഞ്ഞുകൊണ്ടാണ് അംബേദ്കർ ചിന്തകൾക്ക് അതിജീവിക്കാൻ സാധിച്ചത്. അല്ലെങ്കിൽ അത് ഈ അയ്യൻകാളി മൂവ്മെൻ്റൊക്കെ പോലെ ഓർമ്മകളിലായിപ്പോയാണ്. അതിന് അങ്ങനൊരു കേന്ദ്രം ഉണ്ടാവുകയും കുറച്ച് ആളുകളെങ്കിലും അതിനെ സവിശേഷമായി കാണുകയും, ഇപ്പോൾ PRDS ചെയ്യുന്നതുപോലെ തന്നെ വിദ്യാസമ്പന്നരുണ്ടാകുന്നു, സ്ഥാപനത്തിന് ശ്രമിക്കുന്നു, സഭയെ അവർ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നതുപോലെ തന്നെ അംബേദ്കർക്കും ആ തരത്തിൽ ആത്മീയമായിട്ടൊരു കേന്ദ്രം ഉണ്ടാവുകയും വിദ്യാസമ്പന്നരായ ഒരു സമൂഹം അതിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന അതിൻ്റെ രണ്ടും നമുക്ക് മാതൃകയായിട്ട് കാണാവുന്ന ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഈ അർത്ഥത്തിൽ ഞാൻ നിർത്തുകയാണ്. PRDSൻ്റെ അന്വേഷണങ്ങളെ പുതിയ ഈ നവോത്ഥാനത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ നവോത്ഥാനത്തിൻ്റെ കേരള ഘട്ടത്തിൽ, അതുപോലെ ഫാഷിസത്തിൻ്റെ, ഇന്ത്യയുടെ തന്നെ ഫാഷിസത്തിൻ്റെ ഈ സമകാലമായ രൂപത്തിൽ, അതുപോലെ ഗ്ലോബലൈസേഷനും മറ്റു പലതരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുന്ന ലോക സാഹചര്യത്തിൽ നമുക്ക് മുന്നോട്ട് വെക്കാവുന്ന വലിയ സവിശേഷമായ നിരവധി ജ്ഞാന രൂപങ്ങൾ, പ്രയോഗ പദ്ധതികൾ, മാതൃകകൾ ഉണ്ട്. അത് നമ്മൾ പുതിയ പഠനങ്ങളും പുതിയ അന്വേഷണങ്ങളുമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുമ്പോൾ അത് മറ്റൊരു തരത്തിൽ അത് ലോകത്തെ അത് പരിഷ്കരിക്കാനും ലോകത്തിന് പുതിയ വഴികൾ തുറക്കുവാനും സാധ്യമാകും. അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ പ്രത്യേകിച്ച് യൂത്തിൻ്റെയും അതുപോലെ എംപ്ലോയീസ് പോലുള്ള അവരുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാവട്ടെ. ആ അർത്ഥത്തിൽ PRDSന് പുതിയൊരു വഴി തുറക്കുവാൻ ഈ കാലഘട്ടം, ഇനി നമ്മൾ കാണാൻ പോകുന്ന പുതിയ കാലഘട്ടത്തിൽ PRDSൻ്റെ അന്വേഷണങ്ങൾക്ക് കൂടി ഏറെ പ്രസക്തമാകുന്നൊരു കാലഘട്ടം ആയിട്ട് വരട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.